Hi Makle, welcome to Winners. I'm Sulil, your English teacher. അപ്പോൾ ഇന്ന് നമ്മുടെ ഇംഗ്ലീഷ് ടെക്സ്റ്റിലെ ഫസ്റ്റ് യൂണിറ്റ്, അതായത് ട്രയൽസ് ആൻഡ് ട്രയംസ് എന്ന് പറയുന്ന ഫസ്റ്റ് യൂണിറ്റ്, ആ ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ എ വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ് എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റോറി കേട്ടോ, ഈ ഒരു സ്റ്റോറി എഴുതിയിരിക്കുന്നത് നമ്മൾ പ്രത്യേകിച്ച് മലയാളികൾക്കെല്ലാം കേട്ടോ, ഇന്ത്യയിലും അതുപോലെ ഇൻ്റർനാഷണലി കേട്ടോ എല്ലാ വായനക്കാർക്കും നന്നായിട്ട് അറിയാവുന്ന ഒരു റൈറ്ററാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഗബ്രിയേൽ ഗാർസിയ മാർക്കേസ് എന്നാണ്. നമ്മൾ വളരെ സ്നേഹത്തോടെ ഗാബോ എന്ന് വിളിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ പല കഥകളും നമ്മുടെ നാട്ടിലും എല്ലായിടത്തും നല്ല ഫേമസ് ആണ് കേട്ടോ. അപ്പോൾ മലയാളികൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു എഴുത്തുകാരനാണ് ഗബ്രിയേൽ ഗാർസിയ മാർക്കേസ്. അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ പഠിച്ചുകൊണ്ട് എന്താണ് അദ്ദേഹം ഈ ഒരു വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ് എന്ന് പറയുന്ന ഈ ഒരു അത്ര സാധാരണയല്ലാത്ത ഒരു പ്രത്യേക പേരുള്ള ഈ ഒരു കഥയിൽ എന്താണ് അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം. ഈ കഥയുടെ ഒരു സ്റ്റൈൽ എന്താണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം കേട്ടോ. സോ ആദ്യം നമുക്ക് പ്രൊഫൈൽ നോക്കിയിട്ട് വരാം. ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രൊഫൈല്. അദ്ദേഹം ജനിച്ചതും മറ്റു കാര്യങ്ങൾ. ഗബ്രിയേൽ ഗാർസിയ മാർക്കേസ് വാസ് ഫേമസ് കൊളംബിയൻ റൈറ്റർ ബോൺ ഓൺ മാർച്ച് 6, 1927 എന്നുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. അദ്ദേഹം ഒരു ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ കൊളംബിയയിലാണ് ജനിച്ചതും അവിടുത്തെ ഒരു എഴുത്തുകാരനുമാണ്. പക്ഷേ അദ്ദേഹം ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരാളാണ്. ഹീസ് ബെസ്റ്റ് നോൺ ഫോർ ഹിസ് മാജിക്കൽ റിയലിസം. അവിടെയാണ് നമ്മുടെ ഈ പോയിന്റ് വരുന്നത്. എന്താണ് ഈ മാജിക്കൽ റിയലിസം എന്ന് പറയുന്നത്? അത് ഒരു പ്രത്യേക തരം മെത്തേഡ് ഓഫ് റൈറ്റിംഗ് ആണ്. അതായത് നമ്മുടെ ഇപ്പോൾ സാധാരണമായിട്ടൊരു ജീവിതത്തിൻ്റെ ഇടയിൽ വളരെ അസാധാരണമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം അതും വളരെ സാധാരണമായ രീതിയിൽ സംഭവിക്കുന്നതായിട്ട് കാണിക്കുകയാണെങ്കിലോ, അതാണ് മാജിക്കൽ റിയലിസം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ കഥയിൽ പറയുന്ന പോലെ വളരെ സാധാരണ ഒരു വില്ലേജ് ലൈഫ് കാണിക്കുന്നു, അതിനിടയിൽ ചിറകുള്ള ഒരാൾ പറന്നിറങ്ങി വരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. പക്ഷേ അതൊരു വലിയ സംഭവമായിട്ടൊന്നുമല്ല അതിനകത്ത് പറയും. സംഭവമായിട്ട് പറയുന്നുണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ അത് സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കരമായൊരു എന്താ പറയുക, ഒരു പ്രത്യേകതരം ഡിവൈൻ രീതിയിലോ അല്ലെങ്കിൽ ഒരു മാലാഖ വന്ന രീതിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ രീതിയിൽ അത് ഭയങ്കരമായിട്ട് നമ്മൾ കണക്കാക്കും. പക്ഷേ ഇതിൽ ഒരു ഡെയിലി ലൈഫിൽ സംഭവിക്കുന്ന ഒരു കാര്യം പോലെ വളരെ സാധാരണമായിട്ട് പറയുകയാണ്. അങ്ങനത്തെ ടൈപ്പ് ഓഫ് റൈറ്റിങ്ങിനെയാണ് നമ്മൾ പറയുക മാജിക്കൽ റിയലിസം എന്ന് പറയാം. അപ്പോൾ അതാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അദ്ദേഹം മാജിക്കൽ റിയലിസത്തിൻ്റെ ആളാണ്. ആ സ്റ്റൈലിനെ പറ്റി പറയുന്നത് സ്റ്റൈൽ ദാറ്റ് ബ്ലെൻഡ്സ് ഫാൻറ്റസി വിത്ത് റിയാലിറ്റി. ഫാൻറ്റസിയും റിയാലിറ്റിയും ഒരുപോലെ ചേർത്ത് കൊണ്ടുപോകുന്ന രീതിയെയാണ് നമ്മൾ ഈ പറയുന്ന മാജിക്കൽ റിയലിസം എന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ അദ്ദേഹം പറയുന്നു, ആ കഥകൾ എഴുതുന്നു. ഇനി അദ്ദേഹത്തിൻ്റെ വൺ ഓഫ് ഹിസ് മോസ്റ്റ് ഫേമസ് നോവൽ ഈസ് 100 Years of Solitude. അപ്പോൾ ഏകാന്തതയുടെ 100 വർഷങ്ങൾ എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ളൊരു നോവലുണ്ട് അദ്ദേഹത്തിൻ്റെ. അതാണ് അദ്ദേഹത്തെ ഭയങ്കര ഇൻ്റർനാഷണലി ഭയങ്കരമായിട്ട് ഫെയിം അദ്ദേഹത്തിന് നേടിത്തന്നതെന്ന് പറയുന്നത്. ഇറ്റ്സ് ബ്രോട്ട് ഹിം ഇൻ്റർനാഷണൽ ഫെയിം കേട്ടോ. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ചെറുകഥ അല്ലെങ്കിൽ ഷോർട്ട് സ്റ്റോറി എന്നൊക്കെ പറയാൻ പറ്റുന്നത് ഇതൊക്കെയാണ്. ഹി ഓൾസോ റോട്ട് ഷോർട്ട് സ്റ്റോറീസ് ഇൻക്ലൂഡിങ് എ വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ്. നമുക്ക് പഠിക്കാനുള്ളത് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഷോർട്ട് സ്റ്റോറിയാണ്. ഹിസ് വർക്ക്സ് ഓഫൻ എക്സ്പ്ലോർ തീംസ് ഓഫ് ലവ്, ലോൺലിനെസ്, പൊളിറ്റിക്സ് ആൻഡ് ഹ്യൂമൻ നേച്ചർ. അദ്ദേഹത്തിൻ്റെ കഥകളിൽ അദ്ദേഹം പ്രധാനമായി ഉപയോഗിക്കുന്ന തീംസ് ആണ് അതൊക്കെ. ലവ്, ലോൺലിനെസ്, പൊളിറ്റിക്സ്, ഹ്യൂമൻ നേച്ചർ എന്നൊക്കെ പറയുന്നത് കേട്ടോ. പിന്നെ ഇൻ 1982 ഹി വോൺ ദ നോബൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ. അദ്ദേഹത്തിന് സാഹിത്യത്തിലുള്ള നോബൽ സമ്മാനം ലഭിച്ച വർഷമാണ് ഈ കൊടുത്തത്. അപ്പോൾ അദ്ദേഹം നോബൽ ലോറിയറ്റ് ആണ് എന്നുള്ള കാര്യം ഓർത്തിരുന്നു. ഹി പാസ്ഡ് അവേ ഓൺ April 17, 2014. അദ്ദേഹം മരിച്ചുപോയി. 2014 അദ്ദേഹം മരിക്കുന്നു കേട്ടോ. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഷോർട്ട് പ്രൊഫൈൽ കേട്ടോ. ഇത് നമുക്ക് പഠിച്ചിരുന്നാൽ നല്ലത്. നിങ്ങൾക്ക് എക്സാമിനൊക്കെ ചോദിക്കുന്ന കാര്യമാണ് കേട്ടോ അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ. ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ കഥയിലേക്ക് വരാം. എന്താണ് ഈ കഥ? ഈ കഥ എന്ന് പറയുന്നത്, ഈ കഥ തുടങ്ങുന്നത് ഒരു ബീച്ച് സൈഡിലുള്ള ഒരു വീടിനോട് ചേർന്നാണ് ഈ കഥ നടക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു മാജിക്കൽ റിയലിസമാണ് സംഭവിക്കുന്നത്. വളരെ ക്വയറ്റ് ആൻഡ് നാച്ചുറൽ ആയിട്ടുള്ള സാധാരണമായി നമ്മൾ കാണുന്ന ചില കാര്യങ്ങളാണ് പറഞ്ഞു തുടങ്ങുന്നത്. പക്ഷേ പെട്ടെന്നാണ് അതിനകത്തൊരു ഭയങ്കര വേറൊരു എലമെൻറ്റ് കയറി വരുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെ ഈ കഥ തുടങ്ങുന്നത് നമുക്ക് നോക്കാം. ദ ലൈറ്റ് വാസ് വീക്ക് ഈവൻ അറ്റ് നൂൺ when Pelayo was coming back to the house. അപ്പോൾ നമുക്കൊരു സീൻ കാണിച്ചു തരികയാണ്. ഒരു ആഫ്റ്റർനൂൺ സമയമാണ്, പക്ഷേ വളരെ വെളിച്ചമൊക്കെ കുറഞ്ഞൊരു സമയമാണ്. പെലായോ എന്ന് പറയുന്ന ഒരാൾ തൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നതാണ് നമ്മൾ കാണുന്നത് ആദ്യം കേട്ടോ. പെലായോ എന്നാണ് ഈ ഒരു പ്രോട്ടഗോണിസ്റ്റിൻ്റെ പേര് കേട്ടോ. അപ്പോൾ അദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. ഇറ്റ് വാസ് ഹാർഡ് ഫോർ ഹിം ടു സീ വാട്ട് വാസ് മൂവിങ് ആൻഡ് ഗ്രോണിങ് ഇൻ ദ റിയർ ഓഫ് ദ കോർട്ട്യാർഡ്. അപ്പോൾ കോർട്ട്യാർഡ് എന്ന് പറയുന്നത് നമ്മുടെ മുറ്റമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട് ഈ ബീച്ചിനോട് ചേർന്നാണ്. ബീച്ചിനോട് ചേർന്ന് അദ്ദേഹത്തിൻ്റെ മുറ്റത്ത് കേട്ടോ,
മുറ്റത്ത് എന്തൊക്കെയോ ഒന്ന് അനങ്ങുന്നത് പോലെയോ അല്ലെങ്കിൽ ഞെരങ്ങുകയോ മൂളുകയോ ചെയ്യുന്ന പോലെ. ഈ ഗ്രോണിംഗ് എന്ന് പറയുന്നത് മുരളുക എന്നാണ് പറയുക കേട്ടോ. ചില മൃഗങ്ങളൊക്കെ ഇങ്ങനെ മുരളുക. നമ്മൾ പട്ടിയൊക്കെ ചില സമയത്ത് ചില ഇപ്പോൾ നമുക്ക് അവന് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും കാര്യം ചെയ്യണമെങ്കിൽ അവരിങ്ങനെ മുരണ്ട് കാണിക്കില്ല, നമ്മളതിങ്ങനെ പേടിപ്പിക്കുന്ന പോലെ. ആ സൗണ്ടിനെയാണ് ഈ ഗ്രൗളിംഗ് എന്ന് ഉദ്ദേശിച്ചത്. അപ്പോൾ അതേപോലെ എന്തോ ഒരു മുരളുന്നതോ എന്തോ അനങ്ങുന്നതോ പോയിട്ട് അദ്ദേഹത്തിന് തോന്നി. പക്ഷേ ഇറ്റ്സ് ഹാർഡ് ഫോർ ഹിം ടു സീ എന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിന് ആ വെളിച്ചം കുറഞ്ഞ സമയത്ത് അദ്ദേഹത്തിന് കാണാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. അപ്പം നോക്കുമ്പോൾ മനസ്സിലാവുന്നില്ല എന്താണ് എന്തൊക്കെയോ അവിടെ കിടക്കുന്നുണ്ട് ആ അദ്ദേഹത്തിൻ്റെ മുറ്റത്ത് കേട്ടോ. അതായത് ബീച്ചിനോട് ചേർന്നുള്ള അദ്ദേഹത്തിൻ്റെ മുറ്റത്ത് എന്തോ കിടക്കുന്നുണ്ട്. He had to go very close to see that it was an old man, a very old man. The man was lying face down in the mud. In spite of his tremendous efforts, the man couldn't get up, impeded by his enormous wings. ചെന്ന് നോക്കിയപ്പോൾ കാണുന്നത് ഒരു വയസ്സനായ മനുഷ്യനെയാണ്. വെരി ഓൾഡ് മാൻ, ഭയങ്കര വയസ്സായ ഒരു മനുഷ്യനാണ്. ഈ കിടക്കുന്ന മനുഷ്യൻ നമുക്ക് കണ്ടാലറിയാം. അപ്പോൾ അതിങ്ങനെ മണ്ണിൽ കമന്നടിച്ച് കിടക്കുക, ഫേസ് ഡൗൺ ആണ് കിടക്കുന്നത്. അത് മാത്രമല്ല അദ്ദേഹം കഷ്ടപ്പെടുകയാണ്, ട്രെമൻഡസ് എഫേർട്ട് നടത്തുന്നുണ്ട്, വളരെ കഷ്ടപ്പെട്ട് അത് ബുദ്ധിമുട്ടുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? എഴുന്നേക്കാൻ ബുദ്ധിമുട്ടാണ്. ദേ കാണിക്കുന്ന പോലെ അല്ലേ കേട്ടോ. അങ്ങനെ എഴുന്നേക്കാൻ ബുദ്ധിമുട്ടാണ്, പക്ഷെ എഴുന്നേക്കാൻ പറ്റുന്നില്ല. കാരണം എന്താണ്? അദ്ദേഹത്തിൻ്റെ എനോർമസ് വിങ്സ്. എനോർമസ് എന്ന് പറയുന്നത് വെരി ലാർജ് എന്നാണ്, ഭയങ്കര വലുതായതിനാണ് നമ്മൾ എനോർമസ് എന്ന് പറയാം കേട്ടോ. അതുപോലെ എനോർമസ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ 2 ചിറകുകളുണ്ട്. ആ ചിറകുകൾ കാരണമാണ് അദ്ദേഹത്തിന് എഴുന്നേക്കാൻ പറ്റാത്തത്. കാരണം ആ ചിറകുകൾ ഒന്നാമത് നനഞ്ഞു കുതിർന്നതും അതുപോലെ ചെളിയിൽ മുങ്ങിക്കിടക്കുകയാണ് കേട്ടോ. മഡ് എന്ന് ഇവിടെ പറയുന്നത്, ഫേസ് ഡൗൺ ഇൻ ദ മഡ്. അപ്പോൾ അതൊരു ചെളിയിലാണ് അദ്ദേഹം ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ ആ കിടക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ചിറകുകളൊക്കെ ചെളിയിലൊക്കെ മുങ്ങിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പറക്കാൻ പറ്റില്ല. നമുക്കറിയാം ചില കാക്കയൊക്കെ നല്ല വെള്ളത്തിലൊക്കെ വീണ് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം എന്ത് ചെയ്യാൻ പറ്റില്ല, അതിന് പെട്ടെന്നൊന്നും പൊന്താൻ പറ്റില്ല. കുറച്ച് നേരം ഉണങ്ങിയിട്ടൊക്കെ പറക്കാൻ പറ്റുള്ളൂ കേട്ടോ. എന്താ പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ചിറകുകളൊക്കെ നനഞ്ഞും കുതിർന്നും ചെളിയിൽ കിടക്കുന്ന കാരണം ഇദ്ദേഹത്തിൻ്റെ ആ ചിറകുകൾ കാരണം കേട്ടോ. ഇംപേർഡ് എന്നൊരു വാക്കോടെ നമുക്ക് കാണാം. ഇംപേർഡ്, ടു പ്രിവെന്റ് ഓർ ഹിൻഡർ. അതാണ് അദ്ദേഹത്തെ എഴുന്നേൽക്കുന്നതിൽ നിന്ന് തടയുന്നത്, അദ്ദേഹത്തിൻ്റെ ചിറകുകളാണ് കേട്ടോ. ഓക്കെ, ഫ്രൈറ്റൻഡ് ബൈ ദ സൈറ്റ്. ഇത് കണ്ട് നമ്മുടെ പെലായോ ഒന്ന് പേടിച്ചു കേട്ടോ. ഫ്രൈറ്റൻഡ് ബൈ ദ സൈറ്റ്, പെലായോ റാൻ ടു ഗെറ്റ് എലിസെൻഡ. അവൻ നേരെ അവൻ്റെ വീട്ടിലേക്കാണ് ഓടിക്കേറിയത്. അതിനാ ഓടിക്കേറിയത് തൻ്റെ ഭാര്യയായ എലിസെൻഡയെ ഈ വിവരം അറിയിക്കാനാണ് പോയത് കേട്ടോ. എലിസെൻഡ, his wife, she was putting compress on their sick child. He took her to the rear of the courtyard. They both looked at the fallen body. അപ്പോൾ അവിടെ ഇവൻ ചെന്ന് ഈ ഭാര്യനോട് പറയുന്ന സമയത്ത് ഭാര്യ എന്താ ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ള കാര്യം നമുക്ക് ഇവിടെ കാണാം. അവൾ തൻ്റെ സിക്ക് ചൈൽഡ്, അതായത് രോഗിയായ അല്ലെങ്കിൽ പനി പിടിച്ച് കിടക്കുന്ന തൻ്റെ മകനെ തലയിൽ ഇങ്ങനെ തുണി നനച്ച് അമർത്തി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തുണി നനച്ച് അമർത്തി വെക്കുന്നതിനാണ് കംപ്രസ് ചെയ്യുക എന്ന് പറഞ്ഞത് കേട്ടോ. കംപ്രസ് മീൻസ് എ തിക്ക് ക്ലോത്ത് പ്രസ്ഡ് ഓൺ ടു ദ ബോഡി ടു റിലീവ് ഫ്രം ദ ഫീവർ കേട്ടോ. അപ്പോൾ ആ ഒരു ചൂട് പനിയിൽ നിന്നും അവർ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു തുണി വെച്ച് അമർത്തുന്നതിനെയാണ് ആ പറയുന്ന കംപ്രസ് എന്ന് പറഞ്ഞ വാക്ക് ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവൻ്റെ ഭാര്യയായ എലിസെൻഡ കേട്ടോ. ഹി ടുക്ക് ഹർ, അവളെയും വിളിച്ചുകൊണ്ട് അവൻ പുറത്തേക്ക് പോയി. എന്നിട്ട് ആ ബാക്ക് യാർഡിലുള്ള അല്ലെങ്കിൽ തൻ്റെ വീടിൻ്റെ പുറഭാഗത്തുള്ള ആ മുറ്റത്തേക്ക് കൊണ്ടുപോയി കേട്ടോ. അപ്പോൾ അവിടെയാണ് ബീച്ചും ഈ ഒരു മുറ്റം ഉള്ളത്. അപ്പോൾ അവിടെ കൊണ്ടുപോയപ്പോഴാണ് ഈ കാണിച്ചു കൊടുക്കുന്നത്. ദേ ബോത്ത് ലുക്ക്ഡ് അറ്റ് ദ ഫോളൻ ബോഡി. ആ വീണ് കിടക്കുന്ന ആ ഒരു ശരീരത്തിലേക്ക് അല്ലെങ്കിൽ ആ വീണ് കിടക്കുന്ന ആ ഒരു വൃദ്ധനായ മനുഷ്യനിലേക്ക് അവരിങ്ങനെ നോക്കി കേട്ടോ. അവർ രണ്ടുപേരും ഇങ്ങനെ അത്ഭുതത്തോടുകൂടി നോക്കിയാണ്. ഓക്കെ, ഇതാണ് നമുക്ക് കാണാവുന്നത്. ദെൻ ദ മാൻ വാസ്, അപ്പോൾ ഈ വീണ് കിടക്കുന്ന ആളെ പറ്റി ഒന്നും കൂടി നമുക്ക് വിശദമായിട്ട് പറയണം. അപ്പോൾ മക്കൾ ഈ ഒരു ഭാഗം നിങ്ങൾ നന്നായിട്ടൊന്ന് വായിക്കണം. കാരണം ഇവിടെയാണ് നമ്മൾ ഈ ഒരു വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സിൻ്റെ അല്ലെങ്കിൽ ഈ വെരി ഓൾഡ് മാൻ്റെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാൻ സാധ്യതയുള്ളൂ കേട്ടോ. ഇപ്പോൾ കഴിഞ്ഞ എക്സാമുകളിലെല്ലാം ഇദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, കഴിഞ്ഞ വർഷത്തെ എക്സാമുകളിലെല്ലാം. സോ നമുക്ക് ഈ വർഷവും നന്നായിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്യാരക്ടർ സ്കെച്ചാണ് ദ വെരി ഓൾഡ് മാൻ്റെ ക്യാരക്ടർ സ്കെച്ച്. സോ ഈ ഭാഗത്ത് അത് നന്നായിട്ട് എഴുതിയിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകളൊക്കെ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് പിടിക്കാം അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ സ്കെച്ച് കേട്ടോ. ദ മാൻ വാസ് ഡ്രസ്ഡ് ലൈക്ക് എ റാക്ക് പിക്കർ. അയാൾ കാണാൻ എങ്ങനെയായിരുന്നു, അപ്പിയറൻസ് എങ്ങനെയായിരുന്നു? ഒരു റാക്ക് പിക്കറെ പോലെയായിരുന്നു അദ്ദേഹം ഡ്രസ്സ് കേട്ടോ. ഈ കാണുന്ന ആളാണ് കേട്ടോ. അദ്ദേഹത്തിന്റെ മുന്നത്തൊരു രൂപമാണ് ഈ കൊടുത്തിരിക്കുന്നത്, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇങ്ങനെയാണ് അദ്ദേഹം ഇപ്പോൾ കിടക്കുന്നത്. അതായത് ഒരു റാക്ക് പിക്കർ. റാക്ക് പിക്കർ എന്ന് പറഞ്ഞാൽ ആരാ? ഈ ചവറൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന ആൾക്കാരില്ല, അവരെയാണ് റാക്ക് പിക്കർ എന്ന് പറയാം. അപ്പോൾ അവർ ഏതായാലും നല്ല സൂട്ടൊക്കെ ഇട്ട് നല്ല ഡ്രസ്സിലൊന്നും ആയിരിക്കുമല്ലോ. അവർ ഡ്രസ്സ് കുറച്ച് മോശമായിരിക്കും, കാരണം അഴുക്കിലൊക്കെയാണ് കൈയിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഡ്രസ്സിലും കുറച്ച് മോശമായിട്ടുള്ള ഡ്രസ്സൊക്കെ കുറച്ച് കീറി പറഞ്ഞിട്ടൊക്കെ ഉണ്ടാവും. അങ്ങനെ ചവറൊക്കെ എടുക്കുന്ന ആളെ പോലെ റാക്ക് പിക്കറെ പോലെയാണ് അദ്ദേഹത്തിന്റെ ഡ്രസ്സ് നമുക്ക് കാണാവുന്നത്. There were only a few faded hairs left on his bald skull and very few teeth in his mouth.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ തലയിലാകെപ്പാടെ കുറച്ച് മുടി, അവിടെ ഇവിടെയൊക്കെ കുറച്ച് മുടികളുള്ളത്, കഷണ്ടിയായ തലയാണ്. ബാൾഡ് എന്ന് പറയുന്ന കഷണ്ടിയായ തലയാണ്. അവിടെ 1-2 മുടികൾ മാത്രമേ ഉള്ളൂ. അത് മാത്രമല്ല വായിലധികം പല്ലുമില്ല കേട്ടോ. വെരി ഫ്യൂ ടീത്ത് ഇൻ ഹിസ് മൗത്ത്. അതുമാണ്. ഹിസ് പിറ്റിഫുൾ കണ്ടീഷൻ സീംഡ് ദാറ്റ് ഓഫ് ഡ്രെഞ്ച്ഡ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ. നനഞ്ഞു കുതിർന്ന് കിടക്കുന്ന ഒരു ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ കേട്ടോ. അപ്പോൾ ഇങ്ങനെ കണ്ടാലറിയാം, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞാണ് മഡിൽ മുങ്ങി കിടക്കുകയാണ്, ബീച്ചാണ്, മഴ പെയ്തിട്ടുണ്ടാകാം, കടലിൽ വെള്ളം കൊണ്ടിട്ടുണ്ടാകാം, അവിടെ കിടക്കുന്ന ചെളിയിലൊക്കെ കുതിർന്നുണ്ടാവും. അതുകൊണ്ട് അത് ഡ്രെഞ്ച്ഡ് ആയിട്ടിരിക്കുകയാണ്. ഡ്രെഞ്ച്ഡ് എന്ന് പറഞ്ഞാൽ ആകെ നനഞ്ഞു കുതിർന്നിരിക്കുന്ന ഒരു ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ, അതായത് വളരെ വെരി ഓൾഡ് മാൻ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറെ പോലെയാണ് അദ്ദേഹം ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ എടുക്കുകയാണ് അദ്ദേഹം. ദിസ് ടുക്ക് അവേ എനി സെൻസ് ഓഫ് ഗ്രാൻഡർ ഹി മൈറ്റ് ഹാവ് ഹാഡ്. അത് മറ്റൊരു കാര്യം കൂടി പറയാണ്. ഗ്രാൻഡർ എന്ന് പറയുന്ന വാക്കോടെ പറയുന്നുണ്ട്. ഗ്രാൻഡർ എന്ന് പറയുന്നത് നമ്മളുടെ കാണാനുള്ള അഴകിനെയാണ്, ആ ഭംഗിനെയാണ് കേട്ടോ. അതാണ് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞത്. അദ്ദേഹം മുന്നിൽ ചിലപ്പോൾ ഇങ്ങനെ നല്ല ഗ്രാൻഡർ ആയിട്ടിരുന്ന ആളായിരിക്കും. ഗ്രാൻഡർ എന്ന് പറയുന്നത് ഇംപ്രസീവ് അപ്പിയറൻസ് ഓർ സ്റ്റൈൽ ഉണ്ടോ. ആ ഇംപ്രസീവ് അപ്പിയറൻസും സ്റ്റൈലും ഉണ്ടായിരുന്ന, ഗ്രാൻഡർ ഉണ്ടായിരുന്ന ആ ഒരു അദ്ദേഹത്തിൻ്റെ അഴക് ഇതാ ഇപ്പോൾ മുഴുവനായി പോയിരിക്കുകയാണ്. സോ അങ്ങനെ കിടക്കുന്നത് കൊണ്ട് ദിസ് ടുക്ക് അവേ എനി സെൻസ് ഓഫ് ഗ്രാൻഡർ ഹി മൈറ്റ് ഹാവ് ഹാഡ്. അദ്ദേഹത്തിന് മുന്നുണ്ടായിരുന്ന ആ ഒരു അഴകും ഭംഗിയും എല്ലാം ഇപ്പോൾ മുഴുവനായി തന്നെ പോയിരിക്കുകയാണ് കേട്ടോ. ഹിസ് ഹ്യൂജ് ബസാർഡ് വിങ്സ് ഡേർട്ടി ആൻഡ് ഹാഫ് പ്ലക്ഡ്. അദ്ദേഹത്തിൻ്റെ ആ വലിയ ഹ്യൂജ് ആയിട്ടുള്ള വിങ്സ്, ബസാർഡ് എന്ന് പറയുന്നത് ഒരു വലിയ ഇരപിടിയൻ പക്ഷിയുടെ ചിറകിനെയാണ് പറയുന്നത്. ബസാർഡ് എന്ന് പറയുന്നത് ഇരപിടിയൻ പക്ഷി, ദാറ്റ് മീൻസ് എ ലാർജ് ബേർഡ് ഓഫ് പ്രേ. അതായത് വലിയ കഴുകനും വലിയ പരുന്തൊക്കെ അത് കേട്ടോ. അങ്ങനെയുള്ള വലിയ പരുന്തിൻ്റെ പോലെയുള്ള വലിയ ചിറകുകൾ കേട്ടോ. ആ ബസാർഡ് വിങ്സ് ഡേർട്ടി ആൻഡ് ഹാഫ് പ്ലഗ്ഡ് വെയർ എൻടാങ്കിൾഡ് ഇൻ ദ മഡ്. അപ്പോൾ ആ എന്താണ് ഡേർട്ടി ആയിരിക്കുന്ന ആ ഒരു ചിറക് എൻടാങ്കിൾഡ് ഇൻ ദ മഡ് എന്നാണ് പറഞ്ഞത്. അതായത് ആ ചെളിയിൽ കുതിർന്ന് മുങ്ങിക്കിടക്കുകയാണ്, ഉയർത്താൻ പറ്റാത്ത വിധത്തിൽ ചെളിയിലൊക്കെ ഇങ്ങനെ മുങ്ങിക്കിടക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ചിറകുകൾ. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ അത് പറഞ്ഞത് എനോർമസ് വിങ്സ് എന്നാണ് പറഞ്ഞത്. പേര് തന്നെയുണ്ട് എനോർമസ് വിങ്സ്. സോ എനോർമസ് വിങ്സ് ആയതുകൊണ്ട് തന്നെ അത് ചെളിയിൽ മുങ്ങിയത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് നേരെ ഒന്ന് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല, നമ്മൾ ആദ്യം പറഞ്ഞാണ്. അപ്പോൾ അതിങ്ങനെ ചെളിയിൽ എൻറ്റാങ്കിൾ എന്ന് വെച്ചാൽ കുടുങ്ങിക്കിടക്കുന്നു എന്നർത്ഥം കേട്ടോ. അങ്ങനെ കിടക്കുകയാണ് അദ്ദേഹം. ഓക്കെ, ദെൻ ഈ പറയുന്ന എലിസൻ്റെയും പെലായോയും കൂടി ചേർന്നിട്ട് ഈ വയസ്സനായ ഈ ഒരു എനോമസ് വിങ്സ് ഉള്ള ഇയാളെ ഒന്ന് വിശദമായിട്ട് നോക്കുന്നതാണ് നമ്മൾ ഈ കാണുന്നത്. They looked at him so long and so closely that Pelayo and Elisenda very soon overcame their surprise. കുറച്ച് നേരം നോക്കി കഴിഞ്ഞപ്പോൾ അവരുടെ സർപ്രൈസ് ഒക്കെ കുറഞ്ഞു എന്നാണ് പറയുന്നത്. കാരണം വിശദമായിട്ടൊന്ന് നോക്കി അദ്ദേഹത്തെ ശരിക്കും നോക്കിയാണ് എന്താണ് ഈ സംഭവം നോക്കിയാണ് കേട്ടോ. ഇൻ ദ എൻഡ് they found him familiar. കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ചൊന്ന് പരിചയം പോലെ തോന്നി, അയാളെ കണ്ടപ്പോൾ കുഴപ്പമില്ലാന്ന് തോന്നി കേട്ടോ. Then they dared speak to him. പിന്നെ അയാളുമായിട്ടൊന്ന് സംസാരിക്കാൻ ശ്രമിക്കുകയാണ് കേട്ടോ. അന്ന് ഒന്ന് സംസാരിക്കാൻ ധൈര്യപ്പെട്ടു, dared കേട്ടോ, അങ്ങനെ ധൈര്യപ്പെട്ടു. He answered in an incomprehensible dialect with a strong sailor's voice. അപ്പോൾ ഇവിടെ നമുക്ക് 2 കാര്യങ്ങൾ നോക്കാം. ഒന്ന്, ഇൻകോംപ്രിഹെൻസീവ് ഡയലക്റ്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാകാത്ത എന്തോ ഒരു തരം ഭാഷയിൽ കേട്ടോ. ആൻ അൺലോൺ ലാംഗ്വേജ് എന്ന് വേണമെങ്കിൽ പറയാം. ഡയലക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഭാഷയുടെ വകഭേദത്തെയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾക്കറിയാം കേരളം എന്ന് പറയുന്നത് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. തിരുവനന്തപുരത്തുള്ള ഒരാൾക്ക് കാസർഗോഡുള്ള ആൾ പറയുന്നത് മനസ്സിലാവില്ല, കാസർഗോഡുള്ള ആൾക്ക് ഉറപ്പായിട്ടും തിരുവനന്തപുരത്തുകാരനെ പറയുന്നത് പെട്ടെന്ന് മനസ്സിലാവില്ല. ഇതിൻ്റെ ഇടയിൽ കിടക്കുന്ന തൃശ്ശൂർകാരനും എറണാകുളംകാരനും അതുപോലെ തന്നെ കോട്ടയംകാരും അതുപോലെ തന്നെ മലപ്പുറംകാരും ഓരോരുത്തരും മലയാളം തന്നെയാണ് സംസാരിക്കുന്നതെങ്കിലും മലയാളത്തിൻ്റെ ഡയലക്റ്റുകളാണ് സംസാരിക്കുന്നത്. ദാറ്റ് മീൻസ് മലയാളം ഭാഷയുടെ വകഭേദങ്ങളാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഈ ഡയലക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഭാഷയുടെ വകഭേദം തന്നെയാണ്. അത് ഓരോ നാടിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ ഇയാൾ പറയുന്ന ഭാഷാ വകഭേദം ഇവർക്ക് മനസ്സിലാവുന്നില്ല, അതാണ് പ്രശ്നം കേട്ടോ. ഇൻകോംപ്രിഹെൻസിബിൾ ഡയലക്റ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലാകാൻ പറ്റാത്തതെന്നർത്ഥം. ഇൻകോംപ്രിഹെൻസിബിൾ മനസ്സിലാക്കാൻ പറ്റാത്തത്. അപ്പോൾ കോംപ്രിഹെൻസിബിൾ എന്ന് പറയുന്നതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇൻകോംപ്രിഹെൻസിബിൾ ഡയലക്റ്റിൽ ഇദ്ദേഹം സംസാരിക്കുന്നത്. അത് മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ വോയിസിനെ പറ്റി പറയുന്നതാണ് സെയിലേഴ്സ് വോയിസ്. സെയിലേഴ്സ് വോയിസ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്, സെയിലർ എന്ന് പറഞ്ഞാൽ ആരാണ്? കടലിൽ മീൻ പിടിക്കാൻ പോകുന്ന ആൾ, അതുപോലെ കടലിലെ യാത്ര ചെയ്യുന്ന ആൾ, കപ്പലിൽ പോകുന്ന ആൾ, കപ്പലിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ, കടലിൽ കുറേ നാൾ ബോട്ടിലൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാർ, അവരെയാണ് വിളിക്കുക സെയിലേഴ്സ് കേട്ടോ. നാവികർ എന്ന് വിളിക്കും, നാവികർ. ആ നാവികരുടെ ഒരു പ്രത്യേകതരം ഡീപ്പ് വോയിസ്. അതായത് കടലിലൊക്കെ ജോലി ചെയ്യുമ്പോൾ വെച്ചാൽ ശരിക്കും നമ്മൾ സാധാരണ നാട്ടിലൊക്കെ തൊട്ടടുത്തുന്ന ഒരാളോട് വർത്താനം പറയുന്ന പോലെ അല്ലോ നമ്മൾ കടലിലൊക്കെ ജോലി ചെയ്യുമ്പോൾ വലിയ തിരമാലകളും ബഹളങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ സൗണ്ടുകൾ കൂടുതലായിട്ടൊക്കെ പറയും. അങ്ങനെ സ്ഥിരമായിട്ട് പറയുന്ന ഒരാളുടെ സൗണ്ട് ചിലപ്പോൾ ഓൾറെഡി ആ രീതിയിൽ ആയിട്ടുണ്ടാകും. ആ രീതിയിലുള്ളൊരു പ്രത്യേക
ടോണോട് കൂടിയ സൗണ്ടിലാണ് ഇദ്ദേഹം സംസാരിക്കുന്നത്. പക്ഷേ മനസ്സിലാക്കാൻ പറ്റാത്ത ഏതോ ഒരു ഡയലക്റ്റിലാണ് പറയുന്നത്. അതാണ് ഇവർക്ക് ഇദ്ദേഹത്തെ പറ്റി ഒന്നും മനസ്സിലാക്കാഞ്ഞത് കേട്ടോ. അപ്പോൾ നോക്കിക്കണ്ട് മനസ്സിലാക്കി എന്നല്ലാതെ ഇയാൾ പറയുന്നത് എന്താണെന്ന് ഇവർക്ക് ഒന്നും മനസ്സിലാവുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, നെക്സ്റ്റ്. ഇനി ഇവിടെ മൂന്നാമതൊരാൾ കയറി വരാനുണ്ട്. ആരാ നോക്കാം കേട്ടോ. They concluded that he was a lonely castaway from some foreign ship wrecked by the storm. അപ്പോൾ അവർ അവസാനം ഒരു കൺക്ലൂഷനിൽ എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ ചിലപ്പോൾ ഏതെങ്കിലും ഷിപ്പ് തകർന്നിട്ട് അതിൽ നിന്നും വന്ന ആളായിരിക്കാം. ഷിപ്പ് തകർന്നിട്ട് അതിൽ നിന്ന് വന്ന ആളായിരിക്കാം കേട്ടോ. അപ്പോൾ റെക്ഡ് എന്ന് പറഞ്ഞാൽ തകർന്നു പോയ ഷിപ്പ് കേട്ടോ. ഷിപ്പ് റെക്ഡ് ബൈ ദ സ്റ്റോം, ചിലപ്പോൾ കൊടുങ്കാറ്റടിച്ചിട്ട് തകർന്നതായിരിക്കാം. Then they called a neighbor woman to see him. അപ്പോഴാണ് ദേ ഈ പറയുന്ന നെയ്ബർ വുമൺ ഇങ്ങനെ ഓടി വരുന്നത് കേട്ടോ. അപ്പോൾ തൊട്ടടുത്തുള്ളൊരു അയൽക്കാരിയായിട്ടുള്ള സ്ത്രീ ഇങ്ങനെ വരികയാണ് അവരുടെ അടുത്തിട്ട്. All she needed was one look to show them their mistake. അപ്പോൾ ആകപ്പാടെ ഈ സ്ത്രീ വന്നിട്ട് ഒറ്റ നോട്ടോ നോക്കിയുള്ളൂ, വൺ ലുക്ക്. അപ്പോൾ തന്നെ ഈ പറയുന്ന തെറ്റ് അവർ തിരുത്തി കൊടുത്തു. അതായത് കടലിൽ കപ്പൽ തകർന്ന് കയറി വന്ന ഏതെങ്കിലും ഒരു നാവികനായിരിക്കാം എന്ന് പറഞ്ഞില്ലേ, ആ തെറ്റ് തിരുത്തി ഇവർ പറയാണ് ഹീസ് എൻ ഏഞ്ചൽ. ഇതൊരു കപ്പൽ തകർന്ന നാവികനൊന്നുമല്ല, ഇതൊരു മാലാഖയാണ്, ആൻ ഏഞ്ചൽ കേട്ടോ, മാലാഖയാണ്. ഷീ ടോൾഡ് ഹി മസ്റ്റ് ഹാവ് ബീൻ കമ്മിങ് ഫോർ ദ ചൈൽഡ് ബട്ട് ദ പുവർ ഫെല്ലോ ഈസ് സോ ഓൾഡ് ദാറ്റ് ദ റെയിൻ നോക്ക്ഡ് ഹിം ഡൗൺ. ഇവിടെയാണ് കഥ എന്ന് പറയുന്നത് വെച്ചാൽ നമ്മൾ ഈ പറയുന്ന മാജിക്കൽ റിയലിസം വരുന്നത് ഇവിടെയാണ്. ഒരു സാധാരണ സംഭവം പോലെ പറയണം, ഓ ഇത് കപ്പൽ തകർന്ന നാവികനൊന്നും, ഇതൊരു മാലാഖ വന്നതാണ്. മാലാഖ എന്തിനാണ് വന്നത്? നിങ്ങളുടെ സിക്ക് ചൈൽഡിന് വേണ്ടി വന്നതാണ്. അപ്പോൾ നമ്മൾ ഈ കുട്ടികളൊക്കെ പനി പിടിച്ചൊക്കെ എടുക്കുമ്പോൾ, പാടില്ലാതൊക്കെ എടുക്കുമ്പോൾ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുമല്ലോ, ഓ നിങ്ങൾ മാലാഖയെ ഒന്ന് അയക്കണേ എന്നുള്ള രീതിയിൽ ദൈവത്തിനോട് പ്രാർത്ഥിക്കും. അപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങൾക്ക് വേണ്ടി വന്നൊരു മാലാഖയാണ്. പക്ഷെ വന്ന മാലാഖ ഇത്തിരി വയസ്സനായിപ്പോയി, വന്ന വഴിക്ക് കുറേ മഴയും കിട്ടി, ആ മഴയത്ത് നകർന്ന് കുതിർന്ന് സാധനം താഴത്തേക്ക് വീണു എന്നുള്ള രീതിയിലാണ് ഇവർ കണ്ടുപിടിച്ചത്, ഈ പെണ്ണ് കണ്ടുപിടിച്ചത് കേട്ടോ. സോ ഇതൊരു മാലാഖയാണ്, നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, പക്ഷേ വളരെ വയസ്സായ ഒരു മാലാഖയാണ്. പുവർ ഫെല്ലോ ആണ്, ഭയങ്കര വയസ്സായിപ്പോയി, അതുകൊണ്ട് തന്നെ മഴയത്ത് കുതിർന്ന് താഴത്തേക്ക് വീണതാണ് എന്നാണ് ഈ പെണ്ണ് കണ്ടെത്തിയത്, ഈ നെയ്ബർ വുമൺ കണ്ടെത്തിയത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഓൺ ദ ഫോളോയിങ് ഡേ everyone knew that a flesh and blood angel was held captive in Pelayo's house. Pelayo watched over him all afternoon from the kitchen, armed with his bailiff club. Before going to bed, he dragged him out of the mud and locked him up with the hens in the chicken coop. അപ്പോൾ അടുത്ത ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഈ പെലായോ എന്ത് ചെയ്തു? പെലായോ അല്ല, ഈ നെയ്ബർ വുമൺ വന്ന് കണ്ടല്ലോ ഇയാളെ. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആ നെയ്ബർ വുമൺ മറ്റുള്ളവരോട് പറഞ്ഞിട്ടുണ്ടാകാം. അടുത്ത ഫോളോയിങ് ഡേ, നെക്സ്റ്റ് ഡേ വന്ന് നോക്കിയപ്പോൾ ഈ പറയുന്ന ചുറ്റുവട്ടത്തുള്ള എല്ലാവർക്കും ഇതിനെപ്പറ്റി വിവരം കിട്ടി. ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ട്, ചിറകുള്ള ഒരാൾ കേട്ടോ, അതും ഫ്ലഷ് ആൻഡ് ബ്ലഡ് ഏഞ്ചൽ. ഒരു ഏഞ്ചലിനെ പറ്റി നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ മനസ്സിലൊക്കെ അല്ലേ ആലോചിക്കാറുള്ളത്, നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. ദേ ഏഞ്ചൽ ഒരെണ്ണം വന്ന് കിടക്കുന്നു എന്നുള്ള കാര്യം ആ നാട്ടിൽ മുഴുവൻ ഏകദേശം ആ ചുറ്റുവട്ടത്തേക്ക് എല്ലാവരും അറിഞ്ഞു കേട്ടോ. പെലായോ എന്ത് ചെയ്തു? ഒരു വടിയൊക്കെ പിടിച്ച് അവിടെ കാവലിരിക്കുന്നുണ്ടല്ലേ, ആരെങ്കിലും വന്ന് അതിനെ കൊണ്ടുപോയാലും എടുത്ത് കൊണ്ടുപോയാലോ എന്ന് കാലിച്ച് വടിയും പിടിച്ച് കാവലിരിക്കുകയാണ്. പെലായോ വാച്ച്ഡ് ഓഫ് ഹിം ഓൾ ആഫ്റ്റർനൂൺ ഫ്രം ദ കിച്ചൺ ആംഡ് വിത്ത് ദ ബെയിലിഫ് ക്ലബ്. ഈ ബെയിലിഫ് ക്ലബ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു തരം ഗദ പോലത്തെ വടിയാണ് കേട്ടോ. അവൻ പിടിച്ചിരിക്കുന്ന സ്ഥലത്ത് കുറച്ച് വണ്ണം കുറവും, ഈ താഴേക്ക് വരുന്നവരും വണ്ണം കൂടി വരുന്ന ഒരു തരം ഗദ എന്ന് പറയുന്ന സാധനമുണ്ട്, നമ്മളുടെ യുദ്ധത്തിനൊക്കെ ഉപയോഗിക്കുന്നതാണ്, അല്ലെങ്കിൽ കാവൽക്കാരൊക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു കാവൽക്കാരൻ ഉപയോഗിക്കുന്ന ഗദ, അതിനാണ് ബെയിലിഫ്സ് ക്ലബ് എന്ന് പറയുന്നത് കേട്ടോ. ഈ തടവുകാരെ പൂട്ടിയിടുന്ന ജയിലിൻ്റെ പുറത്ത് നിൽക്കുന്ന കാവൽക്കാരുണ്ട് കേട്ടോ, ആ കാവൽക്കാരുടെ കയ്യിൽ ഇങ്ങനത്തെ ഗദ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഗദനെയാണ് ബെയിലിഫ് ക്ലബ് എന്ന് പറയുന്നത്. അതും പിടിച്ചുകൊണ്ട് നമ്മുടെ പെലായ ഒടങ്ങിയിട്ട് ഇരിക്കുകയാണ്. ബിഫോർ ഗോയിങ് ടു, പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, അവൻ ഉറങ്ങുന്നതിന് മുമ്പ് വേറെ കാര്യം കൂടി ചെയ്തേ, ആ നമ്മുടെ ഏഞ്ചലിനെ കൊണ്ടുപോയി എവിടെ കൊണ്ടുപോയിട്ടു? കോഴിക്കുട്ടി കൊണ്ടുപോയി അടച്ചിട്ടു. കോഴിക്കുട്ടി കൊണ്ടുപോയിട്ട് അടച്ചിട്ട് വിത്ത് ഹിസ് ഹെൻസ്, ആ കോഴികളുടെ ഒപ്പം തന്നെ അതിനെ ചേർത്ത് അതിനകത്ത് ഇട്ടേക്കാണ്, പൂട്ടിയിട്ടേക്കുണ്ട് അതിനകത്ത് കേട്ടോ. ചിക്കൻ കൂപ്പ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് കോഴിക്കൂടിനെയാണ്. ഓക്കെ, അതിനകത്തുണ്ട് അടച്ചിട്ട്. ഓക്കെ, a short time afterwards the child woke up without a fever. അവരുടെ കുട്ടിക്ക് പനിയായിരുന്നു പറഞ്ഞല്ലോ, അസുഖമായിട്ട് കിടക്കുകയായിരുന്നല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കുട്ടി എഴുന്നേറ്റു, പനിയൊക്കെ പോയി, സന്തോഷമായില്ലേ. അപ്പോൾ ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ വന്ന ഏഞ്ചലാണെന്ന് ആ നെയ്ബർ ലേഡി പറഞ്ഞു. അത് ഏകദേശം റൈറ്റ് ആണെന്ന് തോന്നിക്കുന്ന, ശരിയാണെന്ന് തോന്നിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ അതേ സംഭവിച്ചിരിക്കുന്നത്. കുട്ടി എഴുന്നേറ്റ്, കുട്ടിയുടെ പനി പോയി കേട്ടോ. ആൻഡ് വിത്ത് ഡിസയർ ടു ഈറ്റ്, പിന്നെ കുട്ടി എഴുന്നേറ്റ് എന്ത് ചെയ്യുന്നു? പനിയൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഒന്നും കഴിക്കാനും തോന്നില്ല. പക്ഷേ ഈ കുട്ടി എഴുന്നേറ്റിട്ട് എന്തെങ്കിലും കഴിക്കാനൊക്കെ ആഗ്രഹമൊക്കെ പ്രകടിപ്പിച്ചു. Then they felt magnanimous.
ഇങ്ങനെ ഒരു സംഭവം നടന്നപ്പോൾ അവർ ഭയങ്കര മെഗ്നാനിമസ് ആയി. എന്താണ് ഈ മെഗ്നാനിമസ് എന്ന് പറയുന്നത്? മെഗ്നാനിമസ് എന്ന് പറഞ്ഞ വാക്കിനർത്ഥം വിശാല മനസ്കത എന്നാണ്. ഇടുങ്ങിയ മനസ്സല്ല, വിശാല മനസ്സ്. ഈ വിശാല മനസ്കത എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരാളെപ്പോഴും മറ്റുള്ളവരെ സ്നേഹിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ഉപകാരങ്ങൾ ചെയ്യുകയും അങ്ങനെയുള്ളവരുടെ മനസ്സിനെയാണ് നമ്മൾ മെഗ്നാനിമസ് മൈൻഡ് എന്ന് പറയുന്നത്. ഇവരുടെ മനസ്സ് മെഗ്നാനിമസ് ആയി. ദാറ്റ് മീൻസ് ഇവരുടെ കുട്ടിയുടെ അസുഖം മാറിയല്ലോ, അപ്പോൾ ഈ ഏഞ്ചൽ വന്നുകൊണ്ടാണ് മാറിയെന്നുള്ളൊരു തോന്നൽ വന്നപ്പോൾ ഇവരുടെ മനസ്സ് കുറച്ച് വിശാലമായി കേട്ടോ. അതിനാണ് പറഞ്ഞത്. അപ്പോൾ അവർ നല്ല മനസ്സായി എന്നർത്ഥം ഇവരുടെ പെട്ടെന്ന്. They decided to put the angel on a raft with fresh water and provisions for 3 days and leave him to his fate on the high seas. അപ്പോൾ അവരൊരു കാര്യം തീരുമാനിച്ചു, ഈ ഏഞ്ചലിനെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇതുപോലെ ഒരു ചങ്ങാടമൊക്കെ കെട്ടിയിട്ട് അതിന് ആവശ്യമുള്ള വെള്ളമൊക്കെ കയറ്റി വെച്ചിട്ട് ഒരു 3 ദിവസത്തേക്കുള്ള വെള്ളവും പിന്നെ പ്രൊവിഷൻസ് ഉദ്ദേശിക്കുന്നത് ഭക്ഷണം മറ്റു കാര്യങ്ങൾ കേട്ടോ. ഈ പറയുന്ന പോലെ കുറച്ച് ഭക്ഷണമൊക്കെ കയറ്റി വെച്ചിട്ട് ഇങ്ങനെ ഒരു ചങ്ങാടം കെട്ടിയിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിനെ കടലിലേക്ക് തള്ളിവിടാം. പിന്നെ ഇതിൻ്റെ ഫേറ്റ് എന്തെങ്കിലും ആയിക്കോട്ടെ, അത് പിന്നെ എങ്ങനെയെങ്കിലും ജീവിച്ചോളും, ചിലപ്പോൾ അതിന് തനിയെ പറന്ന് പോയിക്കോളും. എന്തായാലും ഒരു 3 ദിവസത്തേക്കുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇതിനെ നമുക്ക് പിടിച്ചിങ്ങനെ കോഴിക്കൂട്ടിൽ വെക്കാതെ നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ കടലിലേക്ക് തള്ളിവിടാം. അത് ഹൈ സീസ്, അതായത് ഉൾക്കടലിലൂടെ ചെന്ന് കഴിയുമ്പോൾ അത് അതിൻ്റെ വിധി പോലെ അത് ജീവിച്ചോട്ടെ, എങ്ങനെ ആയിക്കോട്ടെ എന്നുള്ളത് പറഞ്ഞിട്ട് ഇവരങ്ങനെ ഇതിനെ വിടാമെന്ന് തീരുമാനിച്ചു കേട്ടോ. പിടിച്ചു വെക്കാൻ ആദ്യം തീരുമാനിച്ചില്ല, വിടാമെന്നാണ് ആദ്യം തീരുമാനിച്ചത്. കാരണം അവരുടെ മനസ്സൊന്ന് മെഗ്നാനിമസ് ആയി കേട്ടോ, ആ കുട്ടിയുടെ അസുഖം മാറിയാണ്. ഓക്കെ, പക്ഷെ പിന്നീട് പെട്ടെന്ന് അവരുടെ മനസ്സ് മാറുന്നുണ്ട്. അതെന്താ സംഭവം എന്ന് പറയാം, നോക്കിക്കോ. അപ്പോഴേക്കും എന്താ നോക്കിയേ, കോഴിക്കൂടിന് ചുറ്റും ആൾക്കാരായി. കാരണം എന്താണ്? ബട്ട് when they went out into the courtyard at the first light of dawn, they found the whole neighborhood in front of the chicken coop having fun with the angel. അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് അവരെന്ത് ചെയ്തു, അവർ ആ മുറ്റത്തേക്ക് ഒന്ന് ഇറങ്ങി നോക്കിയപ്പോൾ എന്താണ്, അറ്റ് ദ ഫസ്റ്റ് ലൈറ്റ് ഓഫ് ഡോൺ. അങ്ങനെയൊക്കെ പിറ്റേ ദിവസം ഉണ്ടോ, കാലത്ത് തന്നെ പ്രഭാതത്തിൽ സൂര്യൻ ഉദിച്ചപ്പോൾ തന്നെ ഇതും ആലോചിച്ചുകൊണ്ട് ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുള്ളൂ. അപ്പോഴേക്കും കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചുറ്റുപാടുള്ള ആൾക്കാരെല്ലാം, അയൽവക്കക്കാരെല്ലാം ഇതേപോലെ വന്ന് കൂടിയൊക്കെയാണ്. എവിടെയാണ്? ഈ ചിക്കൻ കൂപ്പിൻ്റെ ചുറ്റുമാണ്, ആ കോഴിക്കൂടിന് ചുറ്റും കൂടിയൊക്കെയാണ്. എന്താണ് അവർ ചെയ്യുന്നത്? ഹാവിങ് ഫൺ വിത്ത് ദ ഏഞ്ചൽ. അവിടെ വന്നിട്ട് ഈ ഏഞ്ചലിനായിട്ട് എന്തെങ്കിലുമൊക്കെയോ ഏഞ്ചലിനോട് പറയുകയോ ഏഞ്ചലിട്ട് വടിയും കൊണ്ട് കുത്തുക, അങ്ങനെ അവർക്ക് രസകരമായ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പാവ ഏഞ്ചലിനെ കണ്ടിട്ട് കേട്ടോ. Visitors were tossing him things to eat through the opening of the coop. It was as if he weren't a supernatural creature but a circus animal. ഈ ഒരു സൂപ്പർ നാച്ചുറൽ ക്രീച്ചറാണ് വന്നിരിക്കുന്നത്. പക്ഷേ അങ്ങനെയൊന്നും അതിനെ കരുതാതെ നമ്മളൊരു സർക്കസ് അനിമലിനെ കാണുന്ന പോലെ കേട്ടോ, കൂട്ടിലിട്ട കുരങ്ങനെയോ കൂട്ടിലിട്ട പുലിയോ സിംഹത്തെയോ കാണുന്ന പോലെ നമ്മളൊരു കൗതുകത്തോടെ രസകരമായിട്ട് ആൾക്കാർ വന്ന് അവിടെ അതിനെ നോക്കിക്കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂട്ടത്തിൽ എന്തൊക്കെയോ അതിനിങ്ങനെ എറിഞ്ഞൊക്കെ കൊടുക്കുന്നുണ്ട്, വല്ല മിഠായിയോ കപ്പലണ്ടിയോ പോലെ സാധനങ്ങളൊക്കെ എറിഞ്ഞു കൊടുക്കുകയാണ് അതിനെ തീറ്റിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നമ്മൾ സാധാരണ മൃഗങ്ങളെ കൂട്ടിലിട്ട് ചെയ്യുന്ന പോലെ ഈ നെയ്ബർഹുഡ് വന്നിട്ട് ആ ഏഞ്ചലിനോട് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഇവർ നമ്മുടെ എലിസാന്റെയും പെലായവും രാവിലെ തന്നെ കാണുന്ന സീൻ കേട്ടോ. അപ്പോൾ അതിനൊരു സർക്കസ് അനിമലിനെ പോലെ ആൾക്കാർ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങി. Then the news of the captive angel spread with great rapidity. After a few hours, the courtyard had the bustle of a marketplace. കുറച്ച് സമയത്തിനുള്ളിൽ ഇങ്ങനെ ഒരു ഏഞ്ചൽ ഇവിടെ വന്ന് പിടിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ആ ഒരു നാട്ടിൽ മൊത്തം റാപ്പിഡായിട്ട് പെട്ടെന്ന്, റാപ്പിഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വേഗത്തിൽ പരന്നു കേട്ടോ, ഗ്രേറ്റ് റാപ്പിഡിറ്റിയിൽ പരന്നു. ആഫ്റ്റർ എ ഫ്യൂ ഇയേഴ്സ്, കുറച്ച് മണിക്കൂറുകളിൽ എന്തുണ്ടായി? ദി കോർട്ട്യാർഡ് ഹാഡ് ദ ബസിൽ ഓഫ് എ മാർക്കറ്റ് പ്ലേസ്. അത് ഏകദേശം ഒരു മാർക്കറ്റ് പ്ലേസ് പോലെ ഇങ്ങനെ ആൾക്കാരൊക്കെ നിറഞ്ഞിങ്ങനെ വന്നു തുടങ്ങി കേട്ടോ. മാർക്കറ്റ് പ്ലേസിൽ ബസിലുണ്ട്. ബസിൽ എന്ന് വെച്ചാൽ ഒരു ലൗഡ് നോയ്സ് ഉണ്ടാവും കേട്ടോ, ഈ ആൾക്കാരുടെ ബഹളമില്ലേ, അതാണ് ബസിൽ എന്ന് പറയാം. ആ ഒരു ബസിൽ പോലെ അവിടെ ഇങ്ങനെ ആൾക്കാരൊക്കെ നിറഞ്ഞു ഒച്ചപ്പാടൊക്കെ തുടങ്ങി കേട്ടോ. The couple had to call troops to disperse the mob. ഇത് കണ്ടിട്ട് നമ്മുടെ ഈ കപ്പിൾ എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മുടെ പെലായ എലിസാന്റെയും. അവർക്ക് ആരെ വിളിക്കേണ്ടത്? പട്ടാളക്കാരെ വിളിക്കേണ്ടി വന്നു കേട്ടോ. പട്ടാളത്തിൽ വെച്ചാൽ പോലീസ് മീൻസ് അവിടെയുള്ള ക്രമസമാധാന പാലനത്തിനുള്ള ആൾക്കാരെ കേട്ടോ. അങ്ങനെ പട്ടാളത്തിനെ വിളിച്ചു ഇവരെ ഈ മോബിനെ പിരിച്ചുവിടാം. ഡിസ്പേഴ്സ് ചെയ്യാന്ന് പറഞ്ഞാൽ പിരിച്ചുവിടാം കേട്ടോ. കാരണം അവരുടെ വീടിന്റെ മുന്നിലാണ് ഈ കിടന്ന് കംപ്ലീറ്റ് കൂട്ടം കൂടി ആൾക്കാർ നിൽക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ ഇവരുടെ മനസ്സൊന്ന് മാറുന്നത്. ഈ സമയത്ത് മനുഷ്യന്റെ മനസ്സ് മാറുകയാണ്. അതിനു മുമ്പ് ഉണ്ടായിരുന്ന മനസ്സെന്താണ്? മെഗ്നാനിമസ് ആയ മനസ്സാണ്, വളരെ വിശാലമായ മനസ്സ്. ഇതിനെ സഹായിക്കണം, ഇതിനെങ്കിലും പറഞ്ഞു വിടണം, അതിൻ്റെ വഴിക്ക് വിടണം എന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷെ ഇവിടെ ഇപ്പോൾ ആൾക്കാർ കൂടിയത് കണ്ടപ്പോൾ നമ്മുടെ എലിസാന്റെയും പെലായയുടെയും മനസ്സൊന്ന് മാറി. മനുഷ്യന്റെ മനസ്സാണ് ഇതൊക്കെ മാറും, മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ ഒന്ന് മാറി. ദേ ഗോട്ട് ദ ഐഡിയ ഓഫ് ഏർണിംഗ് ഇൻ ദ യാർഡ് ആൻഡ് ചാർജിങ് 5 cents ഫോർ അഡ്മിഷൻ ടു സീ ദ ഏഞ്ചൽ. അവിടെയാണ് മനുഷ്യൻ ആർത്തിക്കാരനാവുന്നത്, ഗ്രീഡി ആവുന്നത്. അവർ ഗ്രീഡിയായി മാറി. അപ്പോൾ ഇങ്ങനെ ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ അതിനെ ഈ ആൾക്കാരുടെ കയ്യിൽ നിന്ന് 5 സെന്റ് വെച്ച് വാങ്ങിച്ചാലോ എന്ന് ആലോചിച്ചു.
5 സെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഡോളറിൻ്റെയൊക്കെ ചെറിയ ചില്ലറ പൈസേനെ പറയുന്നത് കേട്ടോ. അങ്ങനെ 5 സെൻറ്റ് വെച്ചിട്ട് ആൾക്കാരെ ഒന്ന് വാങ്ങിക്കാൻ അവർ തീരുമാനിക്കുകയാണ്. ദ ക്യൂരിയസ് കെയിം ഫ്രം ഫാർ അവേ. ഇങ്ങനെ ഇതൊരു ബിസിനസ് ഉള്ള രീതിയിൽ മാറിക്കഴിഞ്ഞപ്പോഴും അല്ലാതെ തന്നെ ഇതിനെപ്പറ്റി കേട്ടറിഞ്ഞിട്ട് ക്യൂരിയസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ വളരെ അകലെ നിന്ന് തന്നെ വരാൻ തുടങ്ങി കേട്ടോ. ക്യൂരിയസ് എന്ന് പറഞ്ഞാൽ കൗതുകത്തോടു കൂടി, എന്താണെന്ന് അറിയാൻ വേണ്ടിയുള്ള കൗതുകത്തോടു കൂടി ഒരുപാട് ആൾക്കാർ അകലെ നിന്ന് തന്നെ വരാൻ തുടങ്ങി. ദ മോസ്റ്റ് അൺഫോർച്ചുനേറ്റ് ഇൻവാലിഡ്സ് ഓൺ എർത്ത് കെയിം ഇൻ സെർച്ച് ഓഫ് ഹെൽത്ത്. അവിടെയാണ് നമുക്ക് വേറൊരു കാര്യം കൂടി കാണാൻ കഴിയുന്നത്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഉടനെ തന്നെ കുറേ ആൾക്കാർ വരും. എങ്ങനെയുള്ള ആൾക്കാരെന്നറിയോ? എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ള ആൾക്കാർ, ഇപ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ആൾക്കാർ, അവർക്ക് അവരുടെ ആ ഹെൽത്ത് ഇഷ്യൂസിന് ഒരു പരിഹാരമായിട്ട്, ഒരു റെമഡി ആയിട്ട് വേറെ ഒന്നും കണ്ടിട്ട് വേറെ ഒന്നിൽ നിന്നും ഒരു 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 കാര്യം നടക്കാത്തത് കൊണ്ടും അവരുടെ അസുഖം മാറാത്തത് കൊണ്ടും ഇപ്പോൾ നല്ലൊരു ചികിത്സ നടത്തിയിട്ട് പോലും അസുഖം മാറുന്നില്ല. പിന്നെ ആൾക്കാർ ആകപ്പാടെ ആശ്രയം എന്താണ്? ഇങ്ങനെയുള്ള എന്തെങ്കിലും അത്ഭുതകരമായ കാര്യത്തിലാണ്. അപ്പോൾ അങ്ങനെ ഇൻവാലിഡ്സ് ആയിട്ടുള്ള, ദാറ്റ് മീൻസ് എ പേഴ്സൺ ഡിസേബിൾഡ് ബൈ ഇൽനെസ് ഓർ ഇഞ്ചുറി, എന്തെങ്കിലും അസുഖം കൊണ്ടോ അല്ലെങ്കിൽ ഇഞ്ചുറി കൊണ്ടോ ഇൻവാലിഡ്, അതായത് അംഗവൈകല്യം സംഭവിച്ച അല്ലെങ്കിൽ കൈകാലുകളില്ലാത്ത, കണ്ണില്ലാത്ത അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇല്ലേ, അവരായിട്ട് ഒരുപാട് ആൾക്കാർ വന്നു തുടങ്ങി. കാരണം അവർക്ക് ഇതൊരു ആശ്രയമാണെന്ന് തോന്നി. ഇങ്ങനെയുള്ള ഏഞ്ചൽസിൻ്റെ അടുത്ത് ചെന്നാൽ ചിലപ്പോൾ തൻ്റെ അസുഖം ഭേദമായാലോ എന്ന് വിചാരിച്ച് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വന്നു തുടങ്ങി കേട്ടോ. അപ്പം അങ്ങനെ ഒരുപാട് പേര് ഇവരുടെ വീട്ടിലേക്ക് വരികയാണ്. എല്ലാവരുടെയും 5 സെൻറ്റ് വാങ്ങിക്കുന്നുണ്ട് കേട്ടോ, അത് വേറെ കാര്യം. ഓക്കെ, പെലായോ ആൻഡ് എലിസാൻഡർ വെർ ഹാപ്പി വിത്ത് ഫാറ്റിക്. ക്ഷീണിതരാണ്, എന്നാലും അവർക്ക് ഹാപ്പിയാണ്. ഫാറ്റിക് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ക്ഷീണമാണ്, ടയർഡ്നെസ് ആണ്. പക്ഷെ അവർ ഹാപ്പിയാണ്. കാരണം എന്താണ്? വരുന്നവരിൽ നിന്നെല്ലാം പൈസ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഒരുപാട് പൈസ കിട്ടി തുടങ്ങി കേട്ടോ. ഇൻ ലെസ് ദാൻ എ വീക്ക് they had crammed their room with money. ഒരാഴ്ച കൊണ്ട് തന്നെ അവരുടെ വീടിൻ്റെ മുറികളൊക്കെ ക്രാംഡായി. ക്രാംഡ് എന്ന് വെച്ചാൽ കുത്തി നിറഞ്ഞ രീതിയിൽ കേട്ടോ, നിറഞ്ഞ് കവിഞ്ഞു. എന്തിനാണ്? പണം കൊണ്ട്. ഇതുപോലുള്ള 5 സെൻസ് കൊണ്ട്, അല്ലെങ്കിൽ ഒരുപാട് പണം അവർ സമ്പാദിച്ചു ആ ഒരാഴ്ച കൊണ്ട് കേട്ടോ. സ്റ്റിൽ ദ ലൈൻ ഓഫ് പിൽഗ്രിംസ് വെയിറ്റിംഗ് ദെയർ ടേൺ ടു എൻറ്റർ റീച്ച്ഡ് ബിയോണ്ട് ദ ഹൊറൈസൺ. എന്നിട്ട് പോലും ഒരാഴ്ച കൊണ്ട് തന്നെ ആവശ്യത്തിന് ആൾക്കാർ വന്നു, പൈസ സമ്പാദിച്ചു. എന്നിട്ട് പോലും വീണ്ടും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. വരുന്ന ആൾക്കാർ നിര നിന്ന് ക്യൂ നിന്ന് ഇങ്ങനെ പോയി ആ ക്യൂവിൻ്റെ അറ്റം കാണാത്ത രീതിയിൽ ഹൊറൈസൺ വരെ. ഹൊറൈസൺ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ മലയാളത്തിൽ ചക്രവാളം എന്ന് പറയും. അതായത് നമ്മളിപ്പോൾ ഒരു ബീച്ചിലൊക്കെ ചെന്ന് നിൽക്കുകയാണെങ്കിൽ ആ ബീച്ചിലേക്ക് ഇങ്ങനെ നമ്മൾ ആ കടലിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ആ കടലും ആകാശവും തമ്മിൽ മുട്ടുന്ന ആ ഭാഗമില്ലേ, അല്ലെങ്കിൽ ഒരു വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ലാൻഡിൻ്റെ അവിടെ നിൽക്കുകയാണെങ്കിൽ ആ ലാൻഡിൽ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഒരു മലയുടെ മുകളിൽ നിന്നാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ നമ്മൾ ഈ ഭൂമിയുടെ അറ്റവും അതുപോലെ ആകാശവും തമ്മിൽ തൊടുന്ന ആ ഭാഗമില്ലേ, അതിനെയാണ് നമ്മൾ ഹൊറൈസൺ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് അതിനപ്പുറത്തോട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് കാഴ്ച എത്തുന്ന അറ്റം വരെ എന്താണ്? ഇവരുടെ വീട്ടിലേക്കുള്ള ആൾക്കാരുടെ ക്യൂ ഇങ്ങനെ നീണ്ടിങ്ങനെ പോവുകയാണ്. അത്രക്കധികം ആൾക്കാരുണ്ട് കേട്ടോ ഈ ഒരു ഏഞ്ചലിനെ കാണാൻ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ക്യൂവും അവിടെ വന്ന്, ദാറ്റ് മീൻസ് ഇഷ്ടം പോലെ പൈസ ഇവർക്ക് കിട്ടാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ ക്യൂവുമായ ആൾക്കാർ. ഓക്കെ, ദ ഏഞ്ചൽ വാസ് ദ ഓൺലി വൺ ഹു ടുക്ക് നോ പാർട്ട് ഇൻ ഹിസ് ഓൺ ആക്ട്. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഏഞ്ചലിൻ്റെ കാര്യം വിട്ടുപോയി. ഏഞ്ചൽ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതൊന്നും ചെയ്യുന്നില്ല കേട്ടോ. ടുക്ക് നോ പാർട്ട് ഇൻ ഹിസ് ഓൺ ആക്ട്. ഈ വരുന്ന ആൾക്കാരൊക്കെ വന്ന് കാണുന്നെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഈ ഏഞ്ചൽ ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ചിറക് വിടർത്തി ഒന്നിങ്ങനെ കാണിക്കുകയോ അല്ലെങ്കിൽ എഴുന്നേറ്റ് പറക്കാൻ നോക്കുകയോ എന്തെങ്കിലും അത്ഭുത പ്രവൃത്തിയോ ഒന്നും കാണിക്കുന്നില്ല കേട്ടോ. ജസ്റ്റ് അനങ്ങാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. He spent his time trying to get comfortable in his borrowed nest. ഈ പറയുന്ന ബോറോഡ് നെസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് അവന് കടമായി കിട്ടിയ ആ ഒരു ചെറിയ നെസ്റ്റ്, ആ കൂട്ടിൽ, കോഴിക്കോടാണ് ഉദ്ദേശിക്കുന്നത്, ചിക്കൻ കൂപ്പ് കേട്ടോ. അവിടെ വളരെ സമാധാനത്തോടുകൂടി കംഫർട്ടബിൾ ആയിട്ട് ഒരിടത്ത് ഒതുങ്ങിക്കൂടി ഇരിക്കാനാണ് നമ്മുടെ ഈ ഏഞ്ചൽ ശ്രമിക്കുന്നത്. പാവം കേട്ടോ. At first they tried to make him eat some mothballs, but he ate nothing but eggplant mush. ആദ്യം ഇതിന് എന്താ കഴിക്കേണ്ടതെന്നുള്ള കാര്യം ഇവർക്ക് അറിയില്ലല്ലോ. അപ്പോൾ ആദ്യം ഇട്ട് കൊടുത്തത് നാഫ്തലിൻ ബോൾസ് ആണ്. ദാറ്റ് മീൻസ് നമ്മുടെ പാറ്റാഗുളിക എന്ന് പറയുന്ന സാധനമില്ലേ, അതിനാണ് മോത്ത് ബാൾസ് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത് ഇതിന് തിന്നാൻ വേണ്ടി, എന്തെങ്കിലും തിന്നോന്ന് വിചാരിച്ച്. അതൊന്നും കഴിച്ചില്ല. പിന്നെ ആകപ്പാടെ തിന്നുന്നത് വെച്ചാൽ എഗ് പ്ലാന്റ് മുഷ് ഉണ്ട്, ഇതുപോലെയുള്ള ഈ എഗ് പ്ലാന്റ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ചെറിയൊരു പാചകം ചെയ്തൊരു കറി പോലത്തെ ഒരു സംഭവം, അത് വെച്ച് കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് കഴിച്ചു. അത് മാത്രമേ കഴിച്ചുള്ളൂ കേട്ടോ, വേറെ ഒന്നും കഴിച്ചില്ല നമ്മുടെ ഈ ഏഞ്ചൽ. ഹിസ് ഓൺലി സൂപ്പർ നാച്ചുറൽ വിർച്യു സീംഡ് ടു ബി പേഷ്യൻസ്. നമ്മൾ ഈ കാണുന്ന ആളുടെ ആകപ്പാടുള്ള സൂപ്പർ നാച്ചുറൽ വിർച്യു എന്ന് പറഞ്ഞാൽ അയാളുടെ കഴിവ് കേട്ടോ. അയാളുടെ ആ ഒരു സൂപ്പർ നാച്ചുറൽ കഴിവ്, അയാളുടെ ഒരു അസാധാരണമായ കഴിവെന്ന് പറയുന്നത് പേഷ്യൻസ് മാത്രമാണ്. അല്ലാതെ നമ്മൾ ഈ സൂപ്പർ ഹീറോസ് ഒക്കെ ചെയ്യുന്ന പോലെ ഒന്നും ഇയാൾ ചെയ്തില്ല.
കാണാനൊക്കെ കൊള്ളാം, ഒരു ചിറകൊക്കെ ഉണ്ട്, അയാൾക്ക് ബാക്കിൽ ചിറകൊക്കെ ഉണ്ട്, വയസ്സനായ ഒരാൾ അനങ്ങാണ്ടിരിക്കുന്നു, ഇത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല, പ്രത്യേകിച്ചൊന്നും കാണാനൊന്നുമില്ല കേട്ടോ. അപ്പോൾ ആ ഒരു അനങ്ങാതെ വളരെ പേഷ്യൻ്റായിട്ട് വളരെ ക്ഷമയോടുകൂടി ഇരിക്കുക എന്ന് മാത്രമാണ് അദ്ദേഹം കാണിച്ചൊരു കാര്യം. ഹി വാസ് ക്വൈറ്റ് പേഷ്യൻറ്റ് വെൻ ദ ഹാൻഡ്സ് പെഗ്ഡ് അറ്റ് ഹിം. ഇതിൻ്റെ ഇടയിൽ ഈ വരുന്ന അവിടെ കിടക്കുന്ന ഈ കോഴിയൊക്കെ ഇല്ലേ, ഇത് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിട്ട് കൊത്തുന്നൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കറിയാം കോഴികൾ തമ്മിൽ കൊത്തും. എന്തിനാണെന്നറിയാം? അവർക്ക് ഈ തൂവലിൻ്റെ ഇടയിലുള്ള ചില കൃമികളെയും കീടത്തിനെയൊക്കെ പിടിക്കാനും പുഴുവിനെയൊക്കെ പിടിക്കാനായിട്ട് കോഴികൾ തമ്മിൽ കൊത്തും നമ്മൾ കാണാറുണ്ട്. എന്ന പോലെ ഇയാളുടെ ഈ ഒരു ചിറകിൻ്റെ ഇടയിലൊക്കെ ചെറിയ കൃമിയും പ്രാണിയൊക്കെ ഉണ്ടാവും. അതിനെ കൊത്താൻ വേണ്ടി ഈ കോഴികളൊക്കെ ഇയാളുടെ ചുറ്റും നിന്ന് ഇങ്ങനെ പെക്ക് ചെയ്യാൻ തുടങ്ങി കേട്ടോ, കൊത്താൻ തുടങ്ങി. സെർച്ചിങ് ഫോർ ദ പാരസൈറ്റ് ഇൻ ഹിസ് വിങ്സ് കണ്ടോ, അതിനാണല്ലോ കോഴികൾ ഇങ്ങനെ കൊത്തുന്നത്. അപ്പോൾ ഇയാളുടെ ചിറകിൻ്റെ അവിടെയൊക്കെ ഒന്ന് കൊത്തും, ഇയാളുടെ ദേഹത്തൊക്കെ ഒന്ന് പലയിടത്തൊന്ന് കൊത്തും. എന്നിട്ട് ഇയാളൊന്നും ചെയ്യുന്നില്ല, വളരെ പേഷ്യൻ്റ് ആയിട്ടിരിക്കുകയാണ്. ഹി വാസ് പേഷ്യൻ്റ് അഗെയിൻ വെൻ ദ ക്രിപ്പിൾഡ് പുൾഡ് ഔട്ട് ഹിസ് ഫെദേഴ്സ് ടു ടച്ച് ദെയർ ലിംസ് വിത്ത്. അപ്പോൾ ഈ നമ്മൾ ഈ ഉത്സവത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ ആനയുടെയൊക്കെ രോമം പറിച്ചെടുക്കൂലേ, നമ്മുടെ ആനപ്പാപ്പനോട് ചോദിച്ചിട്ട് ചെറിയ രോമം തരുമോ, ഞങ്ങൾക്ക് ഒരു ചെറിയ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ രോമമൊക്കെ ആനയുടെയൊക്കെ പറിച്ച് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മളുടേതായിട്ടൊരു ചെറിയൊരു സാധനം എടുക്കാൻ ശ്രമിക്കും നമ്മൾ. ഈ ആനയുടെ ആനവാൽ മോതിരമൊക്കെ ഉണ്ടാക്കാനും അത് പല പല വിശ്വാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്ന പോലെ ഇതുപോലത്തെ ഒരു സൂപ്പർ നാച്ചുറൽ ക്രീച്ചർ വന്നപ്പോൾ ഈ ആൾക്കാർക്കും ചെറിയൊരു വിശ്വാസം, ഇയാളുടെ ശരീരത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് സ്വന്തം ശരീരത്തിലേക്ക് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇനി വല്ല മിറാക്കിൾ സംഭവിച്ചാലോ, എങ്ങാനും വല്ല മിറാക്കിൾ സംഭവിച്ചാലോ എന്നൊക്കെ ആൾക്കാർക്കൊരു സംശയം. അതുകൊണ്ട് തന്നെ ഈ ക്രിപ്പിൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും അംഗവൈകല്യം സംഭവിച്ച കൈയില്ലാത്ത കാലില്ലാത്തേക്കുള്ള ആൾക്കാർ, കണ്ണില്ലാത്ത ആൾക്കാരില്ലേ, അവർക്കൊരു തോന്നൽ എന്താണ്, ഇയാളുടെ ഈ ശരീരത്തിൽ നിന്ന് ഒരു തൂവല് പറിച്ചെടുത്തിട്ട് അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയായാലോ. അപ്പോൾ അതുകൊണ്ട് ഇത് ക്രിപ്പിൾഡ് പുൾഡ് ഔട്ട് ഹിസ് ഫെദേഴ്സ് ടു ടച്ച് ദെയർ ലിംസ് വിത്ത്. അങ്ങനെ അവരുടെ ആ ലിംസ് അല്ലെങ്കിൽ ആ കൈകാലുകളിൽ ഒന്ന് ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇയാളുടെ ഇത് ഇങ്ങനെ ചിറകളിൽ നിന്ന് ചെറിയ തൂവലുകളൊക്കെ പറിച്ചെടുക്കാൻ തുടങ്ങി കേട്ടോ. He remained patient when even the most merciful threw stones at him. അപ്പോൾ ഈ വന്നിരിക്കുന്ന ആൾക്കാർ പല പല കാര്യങ്ങൾ ഇയാളുടെ അടുത്ത് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഏറ്റവും മേഴ്സിഫുൾ ആയിട്ടുള്ള ആൾക്കാർ ചെയ്യുന്ന കാര്യമാണ് ജസ്റ്റ് കല്ലൊക്കെ എടുത്തെറിയുക. ഏറ്റവും മേഴ്സിഫുൾ എന്ന് ഉദ്ദേശിക്കുന്ന ആരാണ്? മേഴ്സിഫുൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ഏറ്റവും ദയവുള്ള ആൾക്കാരാണ്. ഏറ്റവും ദയവുള്ള ആൾക്കാർ വരെ എന്ത് ചെയ്യുന്നു? കല്ലൊക്കെ എടുത്തെറിയുന്നു. അപ്പോൾ ദയവില്ലാത്ത മറ്റുള്ളവരെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടാവും ഇയാളെ? ഈ പറയുന്ന പോലെ കുത്തുകയും വടിക്കുകയും കോലിട്ട് കുത്തുകയും പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. എന്ത് ചെയ്തിട്ടും ഇയാൾ പേഷ്യൻ്റ് ആയിട്ടിരിക്കുകയാണ്. അതാണ് ഇയാളുടെ സൂപ്പർ നാച്ചുറൽ വിർച്യു എന്ന് പറയുന്നത് കേട്ടോ. മോസ്റ്റ് മേഴ്സിഫുൾ ആയിട്ടുള്ള ആൾക്കാർ വരെ കല്ലെറിയുന്നു കേട്ടോ. ആഫ്റ്റർ ഓൾ ദേ വെർ ഓൺലി ട്രൈങ് ടു ഗെറ്റ് ഹിം ടു റൈസ് സോ ദാറ്റ് ദേ കുഡ് സീ ഹിം സ്റ്റാൻഡിങ്. ഇതൊക്കെ ആൾക്കാർ ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഇദ്ദേഹത്തെ ഒന്ന് എഴുന്നേൽപ്പിച്ച് നിർത്താനാണ്. എന്നാലൊന്ന് കാണാലോ ഇദ്ദേഹത്തെ. ഇദ്ദേഹം ഇങ്ങനെ കൂനിക്കൂടി ഇങ്ങനെ ചിറകും ചുറ്റി കൂടി ഇങ്ങനെ ഇരിക്കുന്നതല്ലാതെ വേറെ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ? കണ്ടിട്ടുള്ളൊരു കാഴ്ചയിലുള്ളൊരു ഇത് മാത്രം പോരല്ലോ, അതെന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് കാണല്ലോ നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റ്. അപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് ആൾക്കാർ അങ്ങനെ ഇയാൾ അങ്ങനെ എഴുന്നേറ്റ് നിൽക്കാൻ വേണ്ടിയാണ് ഈ ആൾക്കാരൊക്കെ ഇയാളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്നിട്ട് ഇദ്ദേഹം പേഷ്യൻ്റ് ആണ് കേട്ടോ. അപ്പോഴാണ് കഥയിൽ വേറൊരു ട്വിസ്റ്റ് സംഭവിക്കുന്നത്. എന്താ ട്വിസ്റ്റ്? ഇതാണ് ട്വിസ്റ്റ്. എന്തു പറ്റി? നമ്മളൊരു കാര്യത്തിൽ ഇൻട്രസ്റ്റ് കാണിക്കുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അതിനകത്ത് ഇൻട്രസ്റ്റ് കുറയും. എന്താ? അതിനേക്കാൾ ഇൻട്രസ്റ്റ് ഉള്ള വേറെ എന്തെങ്കിലും ഒരു കാര്യം വരും എന്ന പോലെ ആ നാട്ടിൽ സംഭവിച്ചു. എന്തു പറ്റി? ഇറ്റ് സോ ഹാപ്പൻ ദാറ്റ് ഡ്യൂറിങ് ദോസ് ഡേയ്സ് there arrived in the town a traveling show. അപ്പോഴാണ് ആ ടൗണിൽ ഒരു ട്രാവലിംഗ് ഷോ വന്നത്. നമുക്കൊക്കെ നാട്ടിലൊക്കെ അങ്ങനെ വരാറില്ല, ചെറിയ ഉത്സവത്തിനൊക്കെ ഇങ്ങനെ ചില മേളകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ രസകരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളൊരു ടൗണിലൊരു ഷോ വന്നു. ദ മെയിൻ അട്രാക്ഷൻ വാസ് എ വുമൺ ഹു ഹാഡ് ബീൻ ചേഞ്ച്ഡ് ഇൻ ടു എ സ്പൈഡർ ബൈ എ ബേർസ്റ്റ് ഓഫ് എ തണ്ടർ ആൻഡ് ലൈറ്റ്നിങ്. അവിടെ ഒരു ഷോ വന്നു. ഷോയിൽ വന്ന പ്രധാന അട്രാക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടിമിന്നലേറ്റ്, നമ്മുടെ മിന്നൽ മുരളിയിലെ പോലെ ഇടിമിന്നലേറ്റ്, അതിനകത്ത് ഇതിനൊരു കഴിവാണ് കിട്ടുന്നത് മിന്നൽ മുരളി. ഇതങ്ങനെയല്ല, ഇടിമിന്നലേറ്റ് ആളാകെ മാറിപ്പോയി. ഒരു ലേഡി ഒരു സ്പൈഡറായി മാറി ഇതേപോലെ കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവമായിട്ടൊരു ഷോ അവിടെ വന്നു, ആ നാട്ടിലൊരു ഷോ വന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇടിമിന്നലേറ്റ് സ്പൈഡറായി മാറിയ ഒരു സ്ത്രീ ഇനെ കാണിക്കുന്ന ഒരു ഷോ ഒരു നാട്ടിൽ വന്നു. ദ അഡ്മിഷൻ ഫീ ടു സീ ഹെർ വാസ് ലെസ് ദാൻ ദ ഫീ ടു സീ ദ ഏഞ്ചൽ കേട്ടോ. അപ്പോൾ ഈ ഒരു അത്ഭുതത്തെ കാണാനായിട്ട് അവിടെ വാങ്ങിക്കുന്ന അഡ്മിഷൻ ഫീ ഈ ഏഞ്ചലിനെ കാണാൻ വാങ്ങിക്കുന്നതിനേക്കാൾ കുറവാണ്. ചിലപ്പോൾ 3 സെൻറ്റൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്ത് പറ്റും? സ്വാഭാവികമായിട്ട് എന്ത് പറ്റും? ആൾക്കാരൊക്കെ അങ്ങോട്ട് പോകുമല്ലോ. സോ ദ പീപ്പിൾ ഫ്ലോക്ക്ഡ് ടു സീ ഹർ. അപ്പോൾ എന്ത് ആൾക്കാരൊക്കെ അങ്ങോട്ടേക്ക് ഫ്ലോക്ക് ചെയ്യുന്നത്, ദാറ്റ് മീൻസ് അങ്ങോട്ടേക്ക് തിക്കി കൂടി പോയി എല്ലാ ആൾക്കാരും. ഇവിടെ വന്ന ആൾക്കാരൊക്കെ പതുക്കെ അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങി കേട്ടോ. They were also permitted to ask her all manner of questions about her absurd state. ഈ രീതിയിലുള്ള രൂപത്തിൽ നിന്നും അബ്സേർഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്, ദാറ്റ് മീൻസ് ഇങ്ങനത്തെ ഒരു വികൃതമായ രൂപത്തെക്കുറിച്ച് ആ സ്ത്രീയോട് അല്ലെങ്കിൽ ആ സ്പൈഡറിനോട് എന്ത് വേണമെങ്കിലും ചോദിക്കാവുന്ന ഓൾ മാനേഴ്സ് ഓഫ് ക്വസ്റ്റ്യൻസ്, എന്ത് വേണമെങ്കിലും ചോദിക്കാവുന്ന ഒരു സൗകര്യവും കൂടി അവിടെ ഉണ്ടായിരുന്നു.
അവിടെ പോകുന്ന ആൾക്കാർക്ക്. അപ്പോൾ അതല്ലേ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. ഇയാളെ വന്നിട്ട് വെറുതെ കാണുക മാത്രമേ, ഇയാളൊന്നും ചെയ്യില്ല, അനങ്ങാതിരിക്കുള്ളൂ നമ്മുടെ ഏഞ്ചൽ. പക്ഷേ ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ സ്ത്രീയോട് നമുക്ക് സംസാരിക്കാം, ആ സ്ത്രീ മറുപടിയൊക്കെ വരും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ രസകരമായ കാര്യങ്ങൾ അവിടെ ഉണ്ട്, കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട്. അതുകൊണ്ട് ആൾക്കാരൊക്കെ അങ്ങോട്ട് പോകാൻ തുടങ്ങി. Then the owners of the house had no reason to lament. പക്ഷേ അവിടെ ഈ വീട്ടിൻ്റെ ഓണേഴ്സ് ആരൊക്കെയാണ്? അവിടുത്തെ പെലായോ എലിസാണ്ടയാണ്. അവർക്ക് വേറെ പ്രത്യേകിച്ച് വിഷമം തോന്നിയില്ല. വിത്ത് ദ മണി ദേ സേവ്ഡ്, ദേ ബിൽറ്റ് എ 2-story മാൻഷൻ വിത്ത് ബാൽക്കണീസ് ആൻഡ് ഗാർഡൻസ്. ഇങ്ങനത്തെ വീട്ടിൽ താമസിച്ചിരുന്ന നമ്മുടെ പെലായോയും എലിസണ്ടയും എന്ത് ചെയ്തു? ഇതേപോലത്തെ ഒരു മാൻഷൻ ഉണ്ടാക്കി. മാൻഷൻ എന്ന് പറയുന്ന വലിയ ബംഗ്ലാവ് ഉണ്ടാക്കിയാണ്, 2-story ബംഗ്ലാവ് ഉണ്ടാക്കിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ബംഗ്ലാവ് ഒക്കെ ഉണ്ടാക്കി വിത്ത് ബാൽക്കണീസ് ആൻഡ് ഗാർഡൻസ്. അവിടെ ബാൽക്കണിയൊക്കെ ഉണ്ട്, ഗാർഡൻ ഉണ്ട്, കണ്ടോ എന്തൊക്കെ സൗകര്യങ്ങളാണ്. It also had high netting so that crabs wouldn't get in during the winter. വിന്റർ സമയത്ത് കടലിൽ നിന്നും കൂടുതൽ ഈ ഞണ്ടുകൾ പുറത്തേക്ക് ഇറങ്ങി വരുന്ന ഒരു കുഴപ്പമുണ്ട്. ചില രാജ്യങ്ങളിൽ അങ്ങനെയാണ്, ഒരുപാട് ഞണ്ടുകളൊക്കെ ഇങ്ങനെ എഴഞ്ഞഴിഞ്ഞ് വരും കേട്ടോ, നമ്മുടെ നാട്ടിലെ പോലെ ഒന്നുമല്ല. അപ്പോൾ ഈ ഞണ്ടുകൾ എന്ത് ചെയ്യും? വീടുകളിലോട്ടൊക്കെ ഇരച്ച് കയറും. അങ്ങനെ കയറാതിരിക്കാൻ ഇങ്ങനെ നെറ്റൊക്കെ പണിത് വരും വീടിൻ്റെ ബാൽക്കണിയിലും മറ്റു കാര്യങ്ങൾ സ്ഥലത്തൊക്കെ കേട്ടോ. അപ്പോൾ നെറ്റ് കിട്ടു. പിന്നെന്ത് ചെയ്തു? ആൻഡ് അയൺ ബാർസ് ഓൺ ദ വിൻഡോസ് so that angels wouldn't get in. അതുപോലെ തന്നെ ഇതുപോലത്തെ ഏഞ്ചൽസ് ഇനി വരാണ്ടിരിക്കാൻ വേണ്ടി വീടുകളുടെ ജനലുകൾക്കെല്ലാം അയൺ ബാർസ് ഇട്ടു. നമുക്കറിയാം നമ്മുടെ നാട്ടിലെ വീടുകളെല്ലാം അയൺ ബാർസ് ഉണ്ട് അല്ലേ. പക്ഷേ ഈ ഫോറിൻ കൺട്രീസിലുള്ള വീടുകൾ, പ്രത്യേകിച്ച് നമ്മൾ ഹോളിവുഡ് ഫിലിംസൊക്കെ കാണുമ്പോൾ അറിയാൻ പറ്റും നമുക്ക്, അവരൊക്കെ വീടുകൾക്ക് ജനലുകൾക്ക് അഴികളില്ല, അയൺ ബാർസ് ഒന്നുമില്ല. പക്ഷേ ഇവർ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ പോലെ അവിടെയും അയൺ ബാർസ് ഇട്ട്. എന്തിനാണ്? ഇനിയും ഏഞ്ചൽസ് ഒക്കെ വന്ന് പെടാതിരിക്കാൻ കേട്ടോ. ഓക്കെ, പിന്നെ നമ്മുടെ എലിസാണ്ടയും പെലായോയുടെ നല്ല ലക്ഷൂറിയസ് ലൈഫാണ് ജീവിക്കുന്നത് കേട്ടോ. പെലായോ ഓൾസോ സെറ്റപ്പ് എ റാബിറ്റ് വാറൻ ആൻഡ് ഗേവ് അപ്പ് ഹിസ് ജോബ് ആസ് എ ബെയിലിഫ് ഫോർ ഗുഡ്. നമ്മുടെ പെലായോ എന്ത് ചെയ്തു? ഒരു റാബിറ്റ് വാറൻ ഉണ്ടാക്കി. റാബിറ്റ് വാറൻ എന്ന് ഉദ്ദേശിക്കുന്നത് റാബിറ്റ്സിനെ താമസിപ്പിക്കുന്ന ഒരു കൂടാണ് കേട്ടോ. നേരത്തെ കോഴിക്കൂടായിരുന്നു ഇത്, ഇപ്പോൾ ഇതിന് വേണ്ടി ഒരു റാബിറ്റ്സിൻ്റെ ഒരു കൂടുണ്ടാക്കി. മുയലും കൂട് പോലത്തെ ഒരു കൂടുണ്ടാക്കി വെച്ചു. എന്നിട്ട് അയാളുടെ വേറൊരു കാര്യം കൂടി ചെയ്തു. നമുക്ക് ഈ ലോട്ടറി ഒക്കെ അടിച്ച് കഴിയുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന ഡെയിലി ലൈഫിലുള്ള ജോലിയൊക്കെ നമ്മൾ വിട്ട് കളയുമല്ലോ. ചില ആൾക്കാർ അങ്ങനെ ചെയ്യുമല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ അധ്വാനിക്കാനൊന്നും പറ്റില്ല, സുഖിച്ച് ജീവിക്കണം എന്നുള്ള രീതിയിൽ അങ്ങനെ നമ്മുടെ പെലായോക്ക് ഒരു ജോലി ഉണ്ടായിരുന്നു. ആ ജോലിയാണ് ബെയിലിഫ്. നേരത്തെ ഞാൻ ഒരു കാര്യം പറഞ്ഞു, ബെയിലിഫ്സ് ക്ലബ് എന്ന് പറഞ്ഞു. ബെയിലിഫ് എന്ന് ഉദ്ദേശിക്കുന്നത് പാറാവുകാരൻ അല്ലെങ്കിൽ കാവൽക്കാരൻ എന്നാണ്. ആ കാവൽക്കാരൻ്റെ കയ്യിലെ ഗദയാണ് ആ നേരം പെലായോൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അപ്പോൾ ഇയാളുടെ ജോലി കാവൽക്കാരൻ്റെതാണ്. അപ്പോൾ ഇയാൾ ഈ ബെയിലിഫ് ജോലി ഇയാൾ ഉപേക്ഷിച്ചു കേട്ടോ. ഗേവ് അപ്പ് ഹിസ് ജോബ്. ഗേവ് അപ്പ് എന്നുള്ള വാക്ക് ഓർക്കുന്നുണ്ടല്ലോ, അതൊരു ഫ്രേസ് ലോബാണ്. അതിൻ്റെ അർത്ഥം ഉപേക്ഷിച്ച് കളയുക എന്നാണ്, അബാൻഡൻ ചെയ്യുക എന്നാണ് കേട്ടോ. അപ്പോൾ ഗേവ് അപ്പ് ചെയ്തു. ആ ജോലി ഗേവ് അപ്പ് ചെയ്തു. എലിസാൻഡർ എന്ത് ചെയ്തു? എലിസാൻഡർ നല്ല ഷോപ്പ് ഹോളിക് ആയിട്ടുള്ള ആളാണെന്ന് തോന്നുന്നു. ഇഷ്ടംപോലെ ഷോപ്പിംഗ് ഒക്കെ നടത്തി. എങ്ങനെയാണ്? എലിസാൻഡർ ബോട്ട് സം സാറ്റിൻ പംപ്സ് വിത്ത് ഹൈ ഹീൽസ് ആൻഡ് മെനി ഡ്രസ്സസ് ഓഫ് ഇറിഡിസെന്റ് സിൽക്ക്. ഇവളെന്ത് ചെയ്തു? പോയിട്ട് സാറ്റിൻ പംപ്സ്, അതായത് സാറ്റിൻ പംപ്സ് വിത്ത് ഹൈ ഹീൽസ് ആൻഡ് മെനി ഡ്രസ്സസ് ഓഫ് ഇറിഡിസെന്റ് സിൽക്ക്. സാറ്റിൻ പംപ്സ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ഷൂ ആണ് കേട്ടോ. അതായത് പറഞ്ഞ പോലെ പ്ലെയിൻ ഷൂസ് വിത്ത് ഹീൽസ് ഫോർ വിമൺ. സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു പ്രത്യേകതരം ഹീൽസ് ഒക്കെ ഉള്ളൊരു ഷൂസിനെയാണ് പംപ്സ് എന്ന് പറയുക. അപ്പോൾ അങ്ങനെയുള്ള നല്ല ഭംഗിയുള്ള ഷൂ ഒക്കെ വാങ്ങിച്ചു. പിന്നെ ഇറിഡിസെന്റ് സിൽക്ക്, ഇതേപോലത്തെ നല്ല സിൽക്കി ആയിട്ടുള്ള നല്ല ഡ്രസ്സൊക്കെ വാങ്ങിച്ചു. ഇറിഡിസെന്റ് മീൻസ് ബ്രൈറ്റ് ആൻഡ് ഷൈനിങ്, നല്ല ബ്രൈറ്റ് ആൻഡ് ഷൈനിങ് ആയിട്ടുള്ള നല്ല സിൽക്കി ആയിട്ടുള്ള ഡ്രസ്സൊക്കെ വാങ്ങിച്ചു. അങ്ങനെ അടിപൊളി ലൈഫാണ് കേട്ടോ. The chicken coop was the only thing that didn't receive any attention. ഇതൊക്കെ ഇവർ രസകരമായിട്ട് ജീവിക്കുകയാണ്, കാരണം ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കി. ആ പൈസ കൊണ്ട് നല്ല ലക്ഷൂറിയസ് ലൈഫ് ജീവിക്കുകയാണ്. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് നമ്മുടെ ചിക്കൻ കൂപ്പിലെ ജീവിതം കേട്ടോ. ആ ഏഞ്ചലിൻ്റെ ജീവിതം ആകെ പത്തറ്റിക് ആയിട്ടുള്ള ലൈഫാണ്. ഇതുപോലത്തെ ഒരു കാര്യവും ഏഞ്ചലിന് കിട്ടിയില്ല കേട്ടോ. The dung heap stench from the coop was turning the new house into an old one. അപ്പോൾ അതൊരു ചാണകക്കുഴി പോലെയായി. അതിൽ നിന്ന് ഭയങ്കര ഗന്ധം വരാൻ തുടങ്ങി കേട്ടോ, ഭയങ്കര ദുർഗന്ധം കേട്ടോ, സ്റ്റെഞ്ച് വരാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ ആ ദുർഗന്ധം കാരണം അവിടെ ആകെ ദുർഗന്ധം നിറഞ്ഞു. ഓക്കെ, അപ്പോൾ അതൊരു ശല്യമായി മാറി. ഓക്കെ, അപ്പോൾ അങ്ങനെ നെക്സ്റ്റ് ഇനി മറ്റൊരു കാര്യം, ചെറിയ കുട്ടിയുടെ കാര്യം പറഞ്ഞല്ലോ, അതുകൂടെ ഉണ്ട് കേട്ടോ. അറ്റ് ഫസ്റ്റ് വെൻ ദ ചൈൽഡ് ലേൺ ടു വാക്ക് they were careful that he did not get too close to the coop. അപ്പോൾ കുട്ടി വളർന്ന് വലുതായി, അത് നടക്കാൻ തുടങ്ങിയപ്പോൾ ഈ എലിസൻ്റെയും പെലോയും ആദ്യം ശ്രദ്ധിച്ചൊരു കാര്യം, ഈ കുട്ടിനെ ആ ഒരു ചിക്കൻ കൂപ്പിൻ്റെ അടുത്തേക്ക് എങ്ങും എത്തിക്കാതിരിക്കുകയായിരുന്നു ചെയ്തത് കേട്ടോ. But then they began to lose their fears and got used to the smell. കുറച്ച് കഴിയുമ്പോൾ ഈ സ്മെല്ല് അവർക്ക് യൂസ്ഡായി.
കാരണം അങ്ങനെയാണ് സ്വാഭാവികമായിട്ടും ഡെയിലി നമ്മളിങ്ങനെ നമ്മൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്മെല്ലാകുമ്പോൾ നമ്മൾ പിന്നെ അത് ശ്രദ്ധിക്കില്ല, മറന്നുപോകും അതെങ്ങനത്തെ സ്മെല്ലായാലും ശരി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇവർ ആ സ്മെല്ലൊക്കെ ശ്രദ്ധിക്കാതായി. ബിഫോർ ദ ചൈൽഡ് ഗോട്ട് ഹിസ് സെക്കൻഡ് ടീത്ത് ഹി ഹാഡ് ഗോൺ ഇൻസൈഡ് ദ ചിക്കൻ കൂപ്പ് ടു പ്ലേ ആസ് ദ വയർസ് വെർ ഫോളിങ് അപ്പോർട്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ചിക്കൻ കൂപ്പിൽ കെട്ടിയിരിക്കുന്ന ആ ഒരു ഇരുമ്പ് കമ്പികളൊക്കെ പതുക്കെ ഉതിർന്നൊക്കെ വീഴാൻ തുടങ്ങി, പൊട്ടിയൊക്കെ വീഴാൻ തുടങ്ങി. കുറേ നാൾ കഴിഞ്ഞപ്പോൾ അതൊക്കെ മോശമായല്ലോ, കേടായി. അങ്ങനെ വീട് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ഈ ചെക്കൻ എന്ത് ചെയ്തു, നടക്കാൻ തുടങ്ങിയ ചെക്കൻ പിന്നെ അതിൻ്റെ അകത്തേക്ക് കയറി കളിക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ആദ്യം ഇവർ ഈ കുട്ടി വലുതായപ്പോൾ അങ്ങോട്ടേക്ക് വിട്ടില്ല. പക്ഷേ പിന്നീട് ഈ ഒരു സ്മെല്ലും മറ്റു കാര്യങ്ങളൊക്കെ യൂസ്ഡ് ആയി കഴിഞ്ഞപ്പോൾ ഈ കുട്ടി അകത്തേക്ക് കയറിയൊക്കെ കളിക്കാൻ തുടങ്ങി കേട്ടോ. ദേ ബോത്ത് കെയിം ഡൗൺ വിത്ത് ദ ചിക്കൻ പോക്സ് അറ്റ് ദ സെയിം ടൈം. അപ്പോൾ ആ സമയത്താണ് ചിക്കൻ ബോക്സും പിടിച്ചത്. ആർക്ക്? ഈ കുട്ടിക്കും പിടിച്ചു, ആ ഏഞ്ചലിനും പിടിച്ചു കേട്ടോ വീണ്ടും. അപ്പോൾ അതും കൂടി പ്രശ്നമായി. ദ ഡോക്ടർ ഹു ടുക്ക് കെയർ ഓഫ് ദ ചൈൽഡ് കുഡിന്റ് റെസിസ്റ്റ് ദ ടെംപ്റ്റേഷൻ ടു ലിസൺ ടു ദ ഏഞ്ചൽസ് ഹേർട്ട്. അപ്പോൾ ഈ സമയത്ത് ഒരു ഡോക്ടർ പരിശോധിക്കാൻ വന്നു, കുട്ടിനെ പരിശോധിക്കാൻ ഡോക്ടർ വന്നു. ഡോക്ടർ ആ കുട്ടിനെ നോക്കി. പക്ഷേ ആ സമയത്ത് ഡോക്ടർക്ക് ഈ ഏഞ്ചലിനെയും പരിശോധിക്കാനായിട്ട് ഒരു ആഗ്രഹം തോന്നി, ഒരു ടെംപ്റ്റേഷൻ കേട്ടോ. കാരണം ഈ ഏഞ്ചൽ പ്രത്യേകതരം ജീവിയാണല്ലോ. അപ്പോൾ എന്തായാലും ഡോക്ടർ ഇതിനെപ്പറ്റി അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഡോക്ടർക്കും തോന്നി ഇയാളൊന്ന് പരിശോധിച്ച് കളയും, ഇത് എന്ത് തരം ജീവിയാണെന്ന് നോക്കാമല്ലോ എന്ന് പറഞ്ഞ് പരിശോധിക്കാൻ വേണ്ടി ചെന്നു കേട്ടോ. ഹി ഫൗണ്ട് സോ മച്ച് വിസ്ലിംഗ് ഇൻ ദ ഹേർട്ട് ആൻഡ് സോ മെനി സൗണ്ട്സ്. അദ്ദേഹം ആ ഏഞ്ചലിനെ ഇങ്ങനെ പരിശോധിച്ച് നോക്കിയപ്പോൾ ഒരുപാട് വിസിലിംഗ് സൗണ്ട് കേൾക്കാൻ തുടങ്ങി. ഉള്ളിൽ കേൾക്കുന്നത് നമ്മൾ സാധാരണ മനുഷ്യന്മാരെ പോലത്തെ സൗണ്ടല്ല, എന്തൊക്കെയോ ചൂളം വിളിക്കുന്ന പോലത്തെ സൗണ്ടൊക്കെയാണ് കേൾക്കുന്നത് ഇയാളുടെ സ്റ്റെതസ്കോപ്പൊക്കെ വെച്ച് നോക്കിയപ്പോൾ കേട്ടോ. ആൻഡ് സോ മെനി സൗണ്ട്സ് ഇൻ ദ കിഡ്നി. അപ്പോൾ കിഡ്നിയുടെ സൗണ്ടും കേൾക്കാൻ തുടങ്ങി. സാധാരണ ഹൃദയത്തിൻ്റെ സൗണ്ട് നമ്മൾ കേൾക്കുന്നത്, ഇത് ഇദ്ദേഹത്തിൻ്റെ കിഡ്നിയുടെ സൗണ്ട് വരെ കേൾക്കാം. അപ്പോൾ പ്രത്യേകതരം എന്താ ഉള്ളിൽ ചില അവയവങ്ങളൊക്കെ ഉള്ള ആളാണ് നമ്മുടെ ഏഞ്ചൽ കേട്ടോ. വാട്ട് സർപ്രൈസ്ഡ് ഹിം മോസ്റ്റ് ഹൗവർ വാസ് ദ ലോജിക് ഓഫ് ഹിസ് വിങ്സ്. അടുത്തത് ഇദ്ദേഹത്തിന് ഒട്ടും പിടുത്തം കിട്ടാതെ ഈ വിങ്സ് എങ്ങനെ വെച്ചിരിക്കുന്നു എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഡോക്ടർ പരിശോധിച്ചു. അപ്പോൾ എന്താണ്, ഈ വിങ്സിൻ്റെ ഒരു ലോജിക്ക് പിടുത്തം കിട്ടുന്നില്ല. അത് വളരെ നാച്ചുറലാണ്. ദേ സീംഡ് സോ നാച്ചുറൽ ദാറ്റ് കംപ്ലീറ്റ്ലി ഹ്യൂമൻ ഓർഗാനിസം. ഒരു സാധാരണ ഹ്യൂമൻ ഓർഗാനിസം പോലെ തന്നെയാണ് അതിങ്ങനെ ഇവരെ ഈ ഒരു ഷോൾഡറിൽ നിന്ന് പിടിച്ച് പൊന്തി വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒരു സാധനം എക്സ്ട്രാ ഫിറ്റ് ചെയ്ത പോലെയൊന്നുമല്ല ഇരിക്കുന്നത്, ഉള്ളിൽ നിന്ന് തന്നെ വളർന്നു വന്നിരിക്കുന്ന ഒരു ചിറകായിട്ട് തന്നെ ഇരിക്കുന്നത്. ഹി കുഡന്റ് അണ്ടർസ്റ്റാൻഡ് വൈ അതർ പീപ്പിൾ ഡിഡ്ന്റ് ഹാവ് ദം ടു. സാധാരണ മനുഷ്യന്മാർക്ക് അതില്ല, എന്തുകൊണ്ടില്ല എന്നുള്ള കാര്യം അദ്ദേഹത്തിന് പിടുത്തം കിട്ടിയില്ല കണ്ടപ്പോൾ. കാരണം എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ല, സാധാരണ മനുഷ്യന്മാരുടെ പോലെയല്ലോ ഇതിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മനുഷ്യന്മാർക്ക് എന്താ ഇത് കിട്ടാഞ്ഞത്, ഇതിന് മാത്രം, ഈ ഒരു ജീവിക്ക് മാത്രമല്ല ഈ ഒരു മനുഷ്യന് മാത്രം ഇത് എങ്ങനെ കിട്ടി എന്നുള്ള കാര്യം ആലോചിച്ച് നമ്മുടെ ഡോക്ടർ ആകെ കൺഫ്യൂസ്ഡ് ആയിരിക്കുകയാണ് കേട്ടോ. When the child began school, the sun and rain had caused the collapse of the chicken coop. ആ കുട്ടി വലുതായി സ്കൂളിൽ പോകാൻ തുടങ്ങി. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ കൂപ്പൊക്കെ ഏകദേശം തകർന്നു. ചൂടും കാറ്റും തണുപ്പും മഴയൊക്കെ കൊണ്ടിട്ട് ചിക്കൻ കൂപ്പൊക്കെ തകർന്നു. The angel went dragging himself about here and there like a stray dying man. ഇപ്പോൾ ഏഞ്ചൽ എന്നാൽ ഇങ്ങനെ എഴഞ്ഞ് നടക്കുകയാണ്. എവിടെയാണ്? ആ ചുറ്റുപാടത്തൊക്കെ ഇങ്ങനെ എഴഞ്ഞ് നടക്കുകയാണ്. ആരും ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. ഇതിപ്പോൾ ഏഞ്ചലിൽ ആർക്കും കാണണമെന്നില്ല. എല്ലാവരുടെയും ഒരു ഇൻട്രസ്റ്റ് ഒക്കെ പോയി, എല്ലാവരുടെയും ക്യൂരിയോസിറ്റി ഒക്കെ പോയി വന്ന് കണ്ട്. ഇയാളാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ലല്ലോ. അങ്ങനെ അതവിടെ ഇങ്ങനെ ഒരു മരിക്കാറായ മനുഷ്യനെ പോലെയാണ് ഇപ്പോൾ അത് നടക്കുന്നത്. എഴഞ്ഞ് ഡ്രാഗ് ചെയ്ത് നടക്കുകയാണ് കേട്ടോ. ഹി സീംഡ് ടു ബി ഇൻ സോ മെനി പ്ലേസസ് അറ്റ് ദ സെയിം ടൈം. ഒരേ സമയത്ത് തന്നെ അയാൾ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ എഴഞ്ഞിങ്ങനെ നടക്കും കേട്ടോ. അതാണ് ലാസ്റ്റ് സംഭവിച്ചത്. ഓക്കെ, he could scarcely eat and his eyes had also become so foggy that he went about bumping into posts. അപ്പോൾ ഇയാൾ ഭയങ്കര അവസ്ഥയായി. അതായത് അയാൾക്കൊന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായി ആ ഏഞ്ചൽ കേട്ടോ. അതുമല്ല കണ്ണൊക്കെ ആകെ തിമിരം ബാധിച്ച പോലെ കണ്ണൊക്കെ ആകെ മൂടിപ്പോയി, ഫോഗിയായി. അതുകൊണ്ട് തന്നെ കാഴ്ചയുമില്ല. എഴഞ്ഞ് ചെന്ന് വല്ല പോസ്റ്റുമേയൊക്കെ വല്ല കമ്പിയുമയോ വല്ല വടിയുമയൊക്കെ ചെന്ന് തലയൊക്കെ ഇടിച്ച് വീഴാൻ തുടങ്ങിയ ആൾ കേട്ടോ. Pelayo threw a blanket over him and let him sleep in the shed. അടുത്തതായി പെലായോ ചെയ്ത ഒരു ഉപകാരം എന്ന് പറയുന്നത് ഇയാൾക്കൊരു ബ്ലാങ്കറ്റ് കൊടുത്തു. ഏതായാലും ഇങ്ങനെ എഴഞ്ഞ് നടക്കല്ലേ, അടുത്തൊരു ഷെഡിൽ കിടന്ന് ഉറങ്ങാനുള്ള ഒരു ഇടവും കൊടുത്തു കേട്ടോ. ഓൺലി ദെൻ ഡിഡ് ദേ നോട്ടീസ് ദാറ്റ് ഹി ഹാഡ് എ ടെമ്പറേച്ചർ അറ്റ് നൈറ്റ്. ഒരു ദിവസം രാത്രിയായപ്പോൾ ഇയാൾക്ക് ഭയങ്കര പനി. അപ്പോൾ എന്തോ വ്യത്യാസമുള്ള കാര്യം ഉണ്ടാവാൻ പോകാം കേട്ടോ. ഇയാൾക്ക് പനി, ഈ പറയുന്ന ഏഞ്ചലിന് ഭയങ്കര പനി, ടെമ്പറേച്ചർ ആയിരുന്നു. ദേ ബിക്കേം അലാംഡ് ഫോർ ദേ തോട്ട് ഹി വാസ് ഗോയിങ് ടു ഡൈ. അപ്പോൾ അവർക്ക് പേടിയായി. എന്താണ്? ഓ ദൈവമേ, ഈ ഏഞ്ചൽ ഇനി മരിക്കാൻ പോവാണോ, ഇവിടെ കിടന്ന് മരിച്ചു കഴിഞ്ഞാൽ വേറെ പ്രശ്നം ഉണ്ടാവോ എന്നുള്ള പേടിയായി അവർക്ക് കേട്ടോ. മരിക്കാൻ പോവാണെന്ന് തോന്നി. ആൻഡ് യെറ്റ് ഹി നോട്ട് ഓൺലി സർവൈവ്ഡ് ഹിസ് വേർസ്റ്റ് വിന്റർ ബട്ട് സീംഡ് ഇംപ്രൂവ്ഡ് വിത്ത് ദ ഫസ്റ്റ് സണ്ണി ഡേയ്സ്. അങ്ങനെ ഏറ്റവും അപകടകരമായ രീതിയിൽ ഏറ്റവും മരിക്കാറായ അവസ്ഥയിൽ നിന്നും പിന്നീട് ആ വിന്റർ കേട്ടോ ഒരു വിധത്തിൽ നമ്മുടെ ഏഞ്ചൽ കഴിച്ചു കൂട്ടിയെടുത്തു. അവൻ ഓവർകം ചെയ്തു ആ വിന്റർ.
അടുത്ത വെയിലുള്ള ദിവസങ്ങൾ വരാൻ തുടങ്ങിയപ്പോൾ എന്താണ് കുറച്ചും കൂടി ഉഷാറായി മാറി കേട്ടോ. കുറച്ച് അയാളുടെ അസുഖമൊക്കെ മാറി, ആ പനിയിൽ നിന്ന് മാറിയിട്ട് അയാൾ നല്ല രീതിയിൽ അയാളുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ തുടങ്ങി. He remained motionless for several days in the farthest corner of the courtyard. പതുക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, ഇയാൾ അധികം എഴഞ്ഞ് നടക്കലൊക്കെ നിർത്തി. അയാൾ വളരെ മോഷൻലെസ് ആയിട്ട്, അതായത് അധികമൊന്നും അനങ്ങുകയും ഓടി നടക്കുകയും അല്ലെങ്കിൽ എഴഞ്ഞ് നടക്കുകയും ചെയ്യാതെ ഒരിടത്ത് അടങ്ങി ഒതുങ്ങി ആ കോർട്ട്യാർഡിൻ്റെ ആ ഒരു മുറ്റത്തിൻ്റെ ഏതോ ഒരു മൂലയിൽ അദ്ദേഹം അടങ്ങി ഒതുങ്ങി കുറച്ച് നേരം കിടന്നു, കുറച്ച് നാൾ കിടന്നു കേട്ടോ. At the beginning of December, some large stiff feathers began to grow on his wings. ഡിസംബർ മാസം തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇയാളുടെ ദേഹത്ത് നിന്ന് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ എന്തൊക്കെയോ ചെറിയ തൂവലുകൾ പൊട്ടി മുളക്കാൻ തുടങ്ങി. ദാറ്റ് മീൻസ് നേരത്തെ പറഞ്ഞ ആ ഒരു ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റിൽ നിന്നും അയാൾ പിന്നീട് രക്ഷപ്പെട്ട് വരാൻ പോവാണ് കേട്ടോ. Stiff feathers began to grow on his wings. They looked like the feather of a scarecrow. അത് കണ്ടപ്പോൾ നമുക്ക് തോന്നുന്ന ഒരു സ്കെയർക്രോവിൻ്റെ ഫെദർ പോലെ. സ്കെയർക്രോ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. നമ്മൾ ഈ പാടത്തും പറമ്പിലൊക്കെ കാക്കനെയൊക്കെ ഓടിക്കാൻ വേണ്ടി നിർത്തുന്ന ഇങ്ങനെയുള്ള കോലത്തിനെ നമ്മൾ സ്കെയർക്രോ എന്ന് പറയാം. അതിൻ്റെ പോലെയായി തോന്നി ചില ഇത് മുളച്ചു വന്നപ്പോൾ, ചില അല്ലെങ്കിൽ ചില തൂവലുകൾ മുളച്ചപ്പോൾ കേട്ടോ, സ്കെയർക്രോ പോലെ. ഓക്കെ, വൺ മോർണിംഗ്, അങ്ങനെ ഒരു ദിവസം നമ്മുടെ എലിസൻ്റെ കിച്ചണിൽ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എലിസൻ്റെ വാസ് കട്ടിങ് സം ബഞ്ചസ് ഓഫ് ഓനിയൻസ് ഫോർ ലഞ്ച് വെൻ എ വിൻഡ് ബ്ലൂ ഇൻ ടു ദ കിച്ചൺ. അവളിങ്ങനെ ഒനിയൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടക്കാണ് പെട്ടെന്ന് ഒരു കാറ്റടിച്ചു. എങ്ങോട്ടേക്ക്? ആ ജനലിലൂടെ ഒരു കാറ്റടിച്ചു. അവൾ നോക്കി. Then she went to the window and found the angel in his first attempts at flight. അപ്പോഴാണ് മനസ്സിലായത് ഈ സാധനം, ഈ പറയുന്ന ഏഞ്ചല് ചിറകുകളൊക്കെ നല്ലോണം ഈ എന്താണ് തൂവലുകളൊക്കെ മുളച്ചിട്ട് ഈ ചിറക് വിടർത്തിയപ്പോഴാണ് കാണുന്നത്. വലിയ ചിറകാണ്. ഈ ചിറകിട്ട് 2 അടിയടിക്കേണ്ടത് എന്തിനാണ്? ഒന്ന് പറക്കാനാണ് കേട്ടോ. അപ്പോഴാണ് എലിസൻ്റെ ഒക്കെ മനസ്സിലാവുന്നത് ഇത് ഈ ചിറകിൽ നിന്നുള്ള കാറ്റാണ് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ കണ്ടപ്പോൾ അത്ഭുതമായിട്ട് അവൾ നോക്കി നിൽക്കുകയാണ്. എന്താണ്? ഇയാൾ പറന്ന് പൊന്താൻ ശ്രമിക്കുകയാണ്. These were so clumsy that he was on the point of knocking the shed down as he couldn't get a grip on the air. ക്ലംസി എന്ന് പറഞ്ഞാൽ തളർന്ന ചിറകുകളാണ്. അപ്പോഴും തളർന്നു തന്നെ ഇരിക്കുന്നത്, പക്ഷേ നല്ലോണം ചിറകുകളിലും ഇത് തൂവലുകളൊക്കെ വളർന്നിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ശ്രമിച്ചിട്ട് ഈ ഷെഡിൻ്റെ മേൽക്കൂരയൊക്കെ ഒന്ന് ചെന്ന് ഇടിക്കുകയാണ് ചെന്നിട്ട്. ഇങ്ങനെയിട്ട് ചിറകടിക്കുന്നു, പതുക്കെ പൊന്തുന്നു, ഷെഡിൻ്റെ മേൽക്കൂരെ പോയി ഇടിക്കുന്നു, താഴെ വീഴുന്നു. അങ്ങനെ അയാൾ നോക്ക് ചെയ്യാണ് കേട്ടോ. ഷട്ട് ഡൗൺ ആസ് ഹി കുഡിൻ ഗെറ്റ് എ ഗ്രിപ്പ് ഓൺ ദ. കാരണം അയാൾക്ക് എയറിലൊരു ഗ്രിപ്പ് കിട്ടുന്നില്ല കേട്ടോ. നമ്മൾ പക്ഷികളൊക്കെ പറക്കുമ്പോൾ എങ്ങനെയാണ് പറക്കുന്നത്? ഈ താഴത്തേക്കിങ്ങനെ അടിക്കുമ്പോൾ എയറിലൊരു ഗ്രിപ്പ് ഉണ്ട്. ആ ഗ്രിപ്പ് കിട്ടുന്നതുകൊണ്ടാണ് അതിന് പൊന്തി പോകാൻ പറ്റുന്നത്. ചിറകുകൾ മോശമാണെങ്കിൽ അങ്ങനെ പറ്റില്ല, ഗ്രിപ്പ് കിട്ടില്ല. അതുപോലെ ഇയാൾക്ക് ഗ്രിപ്പ് കിട്ടുന്നില്ല. ബട്ട് ദെൻ ഹി ഡിഡ് മാനേജ് ടു ഗെയിൻ ആൾട്ടിറ്റ്യൂഡ്. അപ്പോഴാണ് അദ്ദേഹത്തിന് പതുക്കെ ഗ്രിപ്പ് കിട്ടിയത്. ആ ഷെഡിൽ നിന്ന് പുറത്തിറങ്ങി ഇതേപോലെ ആൾട്ടിറ്റ്യൂഡ് നേടാൻ പറ്റി. ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഉയരം കേട്ടോ. പൊക്കത്തിലേക്ക് എത്തിയ അയാൾ പറന്ന് അപ്പോൾ അയാൾക്ക് പറക്കാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ കേട്ടോ. അങ്ങനെ അയാൾ പറക്കാൻ തുടങ്ങി. ദെൻ അത് എലിസൻ്റെ ലെറ്റ് ഔട്ട് എ സൈ ഓഫ് റിലീഫ്. അവൾ ഒരു ആശ്വാസത്തിൻ്റെ ഒരു ശ്വാസം പുറത്തേക്ക് ഇട്ടു. അവൾക്കൊരാശ്വാസം കിട്ടി. കാരണം ഇത്രയും നാളും ധാരാളം പണമൊക്കെ സമ്പാദിച്ചു, ഒരുപാട് പണം സമ്പാദിച്ചു, പണം കുമിഞ്ഞു കൂടി കേട്ടോ. ആവശ്യത്തിൽ കൂടുതലായി ലക്ഷറിയസ് ലൈഫും ജീവിക്കുന്നു. ഇനി ഇതിനെ കാണാൻ, ഈ ഏഞ്ചലിനെ കാണാൻ ഒരു മനുഷ്യൻ വരുന്നുമില്ല. ഈ ഏഞ്ചലാണെങ്കിൽ മരിച്ചു പോകുന്നുമില്ല. അവിടെ ആകെ കിടന്ന് എഴഞ്ഞ് നടന്ന് ആകെ ശല്യമായി നടക്കുകയാണ്. ഇപ്പതേ പറന്ന് പോകാൻ തുടങ്ങി. ഇവൾക്കൊരാശ്വാസമായി കേട്ടോ. അങ്ങനെ അവൾ ആശ്വസിച്ചുകൊണ്ട് ഇങ്ങനെ ശ്വാസം കഴിക്കണം. ഫോർ ഹെർസെൽഫ് ആൻഡ് ഫോർ ഹിം. വെൻ ഷി വാച്ച്ഡ് ഹിം പാസ്ഡ് ഓവർ ദ ലാസ്റ്റ് ഹൗസസ്, he was holding himself up in some way with the risky flapping of a senile vulture. കേട്ടോ, ഇവിടെ നോക്കുമ്പോൾ ഇയാൾ പറന്ന് ഇവരുടെ ആ ചുറ്റുപാടത്തിൽ അവസാനത്തെ വീടിൻ്റെ മുകളിലും കൂടി പറന്ന് ഇങ്ങനെ ആകാശത്തേക്ക് ഇങ്ങനെ പറന്നു പോവുകയാണ് കേട്ടോ. He was holding himself up in some way with the risky flapping of a senile vulture. ഒരു സെനൈൽ ആയിട്ടുള്ള ഒരു വൾച്ചർ എന്ന് പറഞ്ഞാൽ കഴുകൻ കേട്ടോ. അങ്ങനത്തെ ഒരു കഴുകൻ, അതും സെനൈൽ എന്ന് വെച്ചാൽ വളരെ ക്ഷീണിതനാണ്. ലൂസിങ് വൺ സെൻസ് ആൻഡ് മെമ്മറി ഇൻ ഓൾഡ് ഏജ്, അതിനെയാണ് നമ്മൾ സെനൈൽ എന്ന് പറയാം. വയസ്സായിട്ട് നമ്മളുടെ മെമ്മറിയൊക്കെ പോയ ചില ആൾക്കാരില്ലേ, അങ്ങനത്തെ ആൾക്കാരാണ് സെനൈൽ എന്ന് പറയാം. പക്ഷേ സെനൈൽ ഒരു വൾച്ചറിനെ പോലെ കേട്ടോ, ഒരു കഴുകനെ പോലെ, അത്രയും വയസ്സായ ശക്തി കുറഞ്ഞ ഒരു കഴുകനാണെങ്കിലും കേട്ടോ, ആ ഫ്ലാപ്പ് ചെയ്തുകൊണ്ട് കേട്ടോ, ആ റിസ്കി ഫ്ലാപ്പിംഗ്, അങ്ങനെ റിസ്ക് ആയിട്ട് കാരണം അങ്ങനെയൊക്കെ ഒരാൾ പറന്നു പോരുകയാണെങ്കിൽ അയാൾ മുകളിൽ നിന്ന് താഴ്ത്തു വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് റിസ്കി ആയിട്ടുള്ള ഫ്ലാപ്പിംഗ് എന്ന് പറഞ്ഞാൽ. റിസ്കി ഫ്ലാപ്പിങ്ങിലൂടെ എന്നിട്ടും അയാൾ എന്ത് ചെയ്യുന്നു, പറന്ന് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പറന്ന് നമ്മുടെ ഈ പറയുന്ന ഈ ഒരു ഏഞ്ചൽ എന്ന് പറയുന്ന ഇയാൾ എവിടെ നിന്നോ വന്ന, ആരാണെന്ന് അറിയില്ല, പേരും അറിയില്ല, ഊരും അറിയില്ല, അയാൾ എന്ത് ജീവിയാണെന്നും അറിയില്ല, ഇനി ഏഞ്ചലാണെന്നുള്ള കാര്യത്തിൽ കൺഫേം ആയിട്ടില്ല. അങ്ങനത്തെ ആൾ ഇതാ ഇപ്പോൾ പറന്ന് പോവുകയാണ് കേട്ടോ. She kept watching him even when she was
ദോ ത്രൂ കട്ടിങ് ദ ഒനിയൻസ്. അപ്പോഴും അവളിങ്ങനെ ഒനിയൻ കട്ട് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ആശ്വാസമായി പോയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒനിയൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവൾ കേട്ടോ. ഷീ കെപ്റ്റ് ഓൺ വാച്ചിങ് അണ്ടിൽ ഇറ്റ് വാസ് നോ ലോങ്ങർ പോസിബിൾ ഫോർ ഹെർ ടു സീ ഹിം. ഇതേപോലെ പറന്ന് ചെറിയൊരു പൊട്ട് പോലെ ഇങ്ങനെ മറഞ്ഞു. പിന്നെ ഇതിനേക്കാളും ചെറുതായി ഇങ്ങനെ ചെറിയ പൊട്ട് പോലെ ആകാശത്തിലേക്ക് ഇങ്ങനെ കടലിലേക്ക് ഇങ്ങനെ പറന്നു പോകുന്നത് ഇവളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹി വാസ് നോ ലോങ്ങർ ആൻ അനോയൻസ് ഇൻ ഹെർ ലൈഫ് ബട്ട് ആൻ ഇമാജിനറി ഡോട്ട് ഓൺ ദ ഹൊറൈസൺ ഓഫ് ദ സീ. ഇപ്പോൾ അത് ഒരു പൊട്ടായിട്ട് മാറി. അവളുടെ അനോയൻസ്, അവളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവളുടെയും പെലായയുടെയും ജീവിതത്തിൽ ഉണ്ടായ അനോയൻസ്, ശല്യം കേട്ടോ, ആ ശല്യത്തിൽ നിന്നും ആ ഏഞ്ചൽ ഇപ്പോൾ ജസ്റ്റ് ഒരു പൊട്ട് പോലെ ആകാശത്ത് ഒരു പൊട്ട് മാത്രമായി മാറിയിരിക്കുകയാണ്. ആ ആശ്വാസത്തിൽ അവൾ എന്താണ് ആശ്വാസത്തോട് വിശ്വസിക്കുകയാണ്. ആ ഒരു സീനോട് കൂടിയാണ് ഈ കഥ അവസാനിച്ച് പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ കഥ എന്ന് പറയുന്നത് ഇതിനകത്ത് നമ്മൾ വായിക്കുമ്പോൾ നമ്മളിത് എന്താണെന്ന് മനസ്സിലാവില്ല. എന്താണ് ഒരു ഏഞ്ചൽ വന്നു പോയി. പക്ഷെ നമ്മൾ അതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ഏഞ്ചൽ വരുന്നതോടുകൂടി അവിടെ ഉണ്ടാവുന്ന മനുഷ്യന്മാരുടെ മാനസികാവസ്ഥയാണ്. അവരുടെ മൈൻഡ് എങ്ങനെയൊക്കെ ചേഞ്ച് ആവും എന്നുള്ള കാര്യമാണ് നമ്മൾ ഇതിനകത്ത് കാണുന്നത്. അതാണ് ഈ ഒരു മാജിക്കൽ റിയലിസത്തിലൂടെ ഗബ്രിയേൽ ഗാർസിയ മാർക്വേസ് നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. മനുഷ്യൻ്റെ മനസ്സ് ഓരോ സമയത്തും ഓരോ രീതിയിൽ മാറിക്കൊണ്ടിരിക്കും. ആദ്യം അത്ഭുതമായിരുന്നു, പിന്നെ ആദ്യം ഒന്ന് ചെറുതായിട്ട് ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. ആ കുട്ടിയുടെ അസുഖം മാറുമ്പോൾ വളരെയധികം നല്ല മനസ്സായി മാറുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ് ആൾക്കാർ കൂടിക്കഴിഞ്ഞപ്പോൾ ഇവരുടെ മനസ്സ് എന്തായി, അപ്പോൾ വേഗം അതിനകത്ത് പൈസ സമ്പാദിക്കുന്ന ആർത്തിയായി, ഗ്രീഡിയായി മാറുന്നു. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ആൾക്കാർ ഇൻട്രസ്റ്റും പോയി, പൈസ സമ്പാദിച്ചു കഴിഞ്ഞ് ഇനി പ്രത്യേകിച്ചൊന്നും കിട്ടാതെ കഴിഞ്ഞപ്പോൾ അതിനോട് ഭയങ്കര അവഗണനയായി, ഒരു ഡിസ്ക്രിമിനേഷനായി അതിനോട്. പിന്നെ അതൊരു ശല്യമായി, അനോയൻസായി. പിന്നെ അത് പോയി കഴിഞ്ഞപ്പോൾ ആശ്വാസമായി മാറി. അങ്ങനെ മനുഷ്യൻ എത്ര തവണ അവൻ്റെ മനസ്സ് ഈ പറയുന്ന പെലായയുടെയും എലിസാൻ്റെയും കേട്ടോ, ഇവരുദ്ദേശിക്കുന്നത് നമ്മളെല്ലാവരും ഉദ്ദേശിച്ച് തന്നെയാണ് കേട്ടോ, അങ്ങനെ എഴുതിയിരിക്കുന്നതാണ്. അപ്പോൾ നമ്മളുടെയൊക്കെ മനസ്സ് എങ്ങനെയൊക്കെ മാറുന്നു എന്നുള്ളതാണ് ഈ ഒരു അത്ഭുതകരമായിട്ടുള്ള സാധാരണമായിട്ടുള്ള കഥയിലൂടെ അല്ലെങ്കിൽ മാജിക്കൽ റിയലിസത്തിലൂടെ നമ്മുടെ ഗബ്രിയേൽ ഗാർസിയ മാർക്വേസ് നമുക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പോൾ മക്കളെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റോറി. നന്നായിട്ട് പഠിക്കേണ്ട ക്യാരക്ടർ സ്കെച്ച് ഒരുപാടുള്ള നമ്മുടെ പെലായോയുടെയും നമ്മുടെ എലിസൻ്റെയുടെയും പിന്നെ ഈ പറയുന്ന വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സിൻ്റെ ഒക്കെ ക്യാരക്ടർ സ്കെച്ചൊക്കെ നന്നായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചാപ്റ്ററാണിത്. അപ്പോൾ നന്നായിട്ട് വീണ്ടും ഈ കഥ വായിക്കുക, ടെക്സ്റ്റൊക്കെ നന്നായിട്ട് വായിക്കുക, പ്രത്യേകിച്ച് ഗ്ലോസറി വായിച്ചിട്ട് അതിനകത്തെ വേർഡ്സ് ആൻഡ് മീനിങ് ഒക്കെ പഠിച്ചു വെക്കാം. ഓക്കെ, നമുക്കിനി അടുത്ത കഥയ്ക്ക് വീണ്ടും കാണാം.